Hello all, a warm welcome to one and all. Myself Hadi. ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പാർട്ട് 3, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പാർട്ട് 3 750 to 1206 കോമൺ എറ, അതായത് BHIC 105 എന്ന് പറയുന്ന സബ്ജക്ട് കോഡ് 750 മുതൽ 1206 കോമൺ എറ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എടുക്കാൻ പോകുന്ന ഈ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് 17 മൊഡ്യൂൾസ് 17 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഓരോ യൂണിറ്റ്സിന്റെയും ഒരു ജസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് ആ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ യൂണിറ്റ് പഠിച്ച് തീരുമ്പോൾ പഠിക്കുക, ഈ വക കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇതുള്ളത്. ടോട്ടൽ 17 യൂണിറ്റിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. സോ വൺസ് അഗൈൻ ഐ ആം വെൽക്കമിങ് വൺ ആൻഡ് ഓൾ. ആദ്യ ക്ലാസ് ആണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പാർട്ട് 3യുടെ. അപ്പോൾ സബ്ജക്റ്റിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. അതായത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു എന്താണ് ഈ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ഒരു ഹിസ്റ്ററിയെ പറ്റി ജസ്റ്റ് ഒരു ആമുഖം എന്നതൊക്കെ പറയുകയാണെങ്കിൽ 750 മുതൽ 1206 കോമൺ എറ എന്ന് പറയുന്നത് എന്താണ്, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 750 കോമൺ എറ മുതൽ 1700 അപ്രോക്സിമേറ്റ്ലി 1750, അതായത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് തുടങ്ങുന്നത്. അതുവരെയുള്ള ഒരു കാലഘട്ടമാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ അതിന്റെ ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് എന്ത് ചെയ്യണത്, നമ്മൾ ഈ ഒരു സബ്ജക്ട് സ്പെസിഫിക്കലി പറഞ്ഞാൽ ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഈ സബ്ജക്റ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഈ 750 കോമൺ എറക്ക് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയും, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ബിഫോർ കോമൺ എറ, ആ ബിഫോർ കോമൺ എറയ്ക്ക് ശേഷം പിന്നീട് കോമൺ എറ വന്നു. അങ്ങനെ 750 കോമൺ എറ വരെ എത്തി. അപ്പോൾ ബിഫോർ കോമൺ എറയിൽ ഉൾപ്പെടുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജസ്, അതുപോലെ തന്നെ മഹാജൻപത്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ജൈനിസം, ബുദ്ധിസം പോലുള്ള റിലീജിയൻസിന്റെ എമർജൻസ് ഉണ്ടായതിനു ശേഷം മൗര്യൻ ഏജ് വന്നു, പോസ്റ്റ് മൗര്യൻ ഏജ് വന്നു, ഗുപ്ത പീരിയഡ് വന്നു, പോസ്റ്റ് ഗുപ്ത പീരിയഡ് വന്നു. ഈ ഒരു ഗുപ്ത പീരിയഡിന് ശേഷം, പോസ്റ്റ് ഗുപ്ത പീരിയഡിന് ശേഷം 750 കോമൺ എറയിലാണ് എന്ത് ചെയ്യുന്നത്, ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രാധാന്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് ഗുപ്ത പീരിയഡിന്റെ ഡിക്ലൈന് ശേഷം, ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഡിക്ലൈന് ശേഷം ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ ഉണ്ടാവുകയാണുണ്ടായത്. ഈ പൊളിറ്റിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ മൂലം എന്ത് ചെയ്യണം, വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഗ്യാപ്പ് ഉണ്ടായി. ഏകദേശം ഒരു 2 സെഞ്ചുറിയോളം എന്ത് ചെയ്തു, ഒരു പൊളിറ്റിക്കൽ ഗ്യാപ്പ് ഇന്ത്യയിൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിലനിന്നിരുന്ന എക്സിസ്റ്റിംഗ് കിങ്ഡംസ് എന്ത് ചെയ്തു, മെല്ലെ സ്ലോലി ഡെവലപ്ഡ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ വേറെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 1206 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം 13th സെഞ്ചുറിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിന്നെ വേറൊരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ അതിന്റെ മുമ്പ് ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്ററിയാണ് ടോട്ടൽ ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ചെയ്ത് ഞാൻ എല്ലാവരും. അപ്പോൾ ഈ ഒരു മാപ്പ് കാണാം നമുക്ക് എല്ലാവർക്കും. ഇതിൽ കന്നൗജ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. കന്നൗജ്, അതായത് ഈ ഗുജ്ജർ പ്രതിഹാര ഷഹാമനസ് എന്നുള്ളതിന്റെ അടിയിലായിട്ട് കന്നൗജ് എന്നൊരു പ്ലേസ് ആണ്. ഈ ഹർഷവർദ്ധന ഹർഷവർദ്ധന റൂളർ, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് കന്നൗജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എംപയർ, സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. എന്തുകൊണ്ട് കന്നൗജ് എന്ന് ചോദിച്ചാല് എന്തുകൊണ്ട് കന്നൗജ് എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻസ് ആയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് എക്കണോമിക് ഫാക്ടറും രണ്ടാമത്തെ ജോഗ്രഫിക്കൽ ഫാക്ടറുമാണ്. ജോഗ്രഫിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്താണ് എന്ത് വരുന്നത്, കന്നൗജ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോറിൻ ഇൻവേഷനെ ചെറുത്തു നിൽക്കാൻ എന്ത് ചെയ്യും, വളരെയധികം സഹായകമായിരുന്നു. പിന്നെ എക്കണോമിക് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമി, അതായത് വളരെ ഫെർട്ടൈൽ ആയ ഒരു കൾട്ടിവേറ്റിംഗ് ലാൻഡ് ഉള്ള ഒരു പ്ലേസ് ആയിരുന്നു കണ്ണൂർ. സ്വാഭാവികമായിട്ടും അതിന് ചുറ്റുവശത്തും അതിന് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രദേശങ്ങളിലും നല്ല ഫെർട്ടൈൽ ലാൻഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കൾട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ നല്ല ടാക്സേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം എംപയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വളരെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് മൂലം എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ എംപയർ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു പൊളിറ്റിക്കൽ ഗ്യാപ്പിന്റെ സമയത്ത് ഉയർന്നു വന്ന
മൂന്ന് പ്രധാന രാജവംശങ്ങളാണ് ഗുജ്ജറ പ്രതിഹാരാസ്. അതേപോലെ തന്നെ ഗുജ്ജറ പ്രതിഹാരാസ് എന്ന് പറയുമ്പോൾ മാൾവ റീജിയൻ, നിലവിൽ ഇന്ത്യയുടെ രാജസ്ഥാൻ, ഗുജറാത്ത് മേഖലകളിൽ ഉൾപ്പെടുന്ന മാൾവ റീജിയൻ കേന്ദ്രീകരിച്ച് അധികാരം നടത്തുന്ന ഗുജ്ജറ പ്രതിഹാരാസ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഡക്കൺ പ്ലാറ്റു ഉൾപ്പെടുത്തി നിലവിലെ മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഡക്കൺ പ്ലാറ്റു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അധികാരം നടത്തിയ രാഷ്ട്രകൂദാസും, അതുപോലെ തന്നെ ബംഗാൾ, ബീഹാർ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നിലവിലെ ബീഹാർ, ബംഗാൾ ഭാഗങ്ങളിൽ അധികാരം നടത്തിയിരുന്ന പാൽ ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന പാലാസ്. ഈ 3 പേരും എന്ത് ചെയ്യുന്നു, കന്നൗജ് തലസ്ഥാനത്തിന് വേണ്ടി ഇവർ തമ്മിൽ ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കന്നൗജിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ഡിസ്കസ് ചെയ്തു. നേരത്തെ പറഞ്ഞു, അതിന്റെ ഒരു എക്കണോമിക് ഫാക്ടർ പറഞ്ഞു, അതിന്റെ ജോഗ്രഫിക്കൽ ഫാക്ടർ ഞാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഇവര് 3 പേരും കന്നൗജിന് വേണ്ടി ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ വളരെയധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഭാഗമാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്താണെന്നുള്ളത്. ഇവര് തമ്മിൽ ഈ ഒരു പോരാട്ടത്തെയാണ് ഈ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഒരു ട്രയാങ്കിൾ മാതിരി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രൂപീകരിക്കാം. സോ അതാണ്. പിന്നെ ശേഷം അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് 750 CE to 1205 ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, അറബ്സിന്റെയും ടർക്സിന്റെയും ഇന്ത്യയിലേക്കുള്ള ആദ്യ ഇൻവെൻഷൻ വരുന്നത്. സിന്ധിലെ മുൾട്ടാനില്, അതുപോലെ തന്നെ അറബ്സ് ഓഫ് മൻസൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അറ്റാക്ക് ചെയ്യുന്നതും, ഫോറിൻ ഇൻവേഷൻ, ഗസ്നി, ഗോരി രാജവംശങ്ങളുടെ ഇൻവേഷൻ വരുന്നത് ഈ സമയത്താണ്. അതുപോലെ തന്നെ പ്രാദേശികമായി ഫ്യൂഡൽ ജാഗിർദാർ സിസ്റ്റത്തിലുണ്ടായിരുന്ന രജപുത് ക്ലാൻസ്, രജപുത് ഗോത്രങ്ങൾ മെല്ലെ മെല്ലെ അധികാരത്തിലേക്ക് കയറി വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതൊക്കെ നമ്മൾ ഓരോ യൂണിറ്റിൽ ഇനി വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റ് വൈസിലെ ഡിസ്കഷനിലേക്ക് കടക്കാം. ടോട്ടൽ 17 യൂണിറ്റിന്റെയും എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ബ്രീഫ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു 1 hour ക്ലാസ്, 50 to 1 hour ക്ലാസ് അവർ മാക്സിമം 45 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ 50 to 1 hour ഉള്ളിൽ എന്ത് ചെയ്യാം, ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ ഉറവിടങ്ങൾ, ചരിത്രത്തിന്റെ ഉറവിടങ്ങളെ പറ്റിയാണ് ഈ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചരിത്രം രേഖപ്പെടുത്തുന്നതിന് പുതിയൊരു രീതി രൂപീകരിക്കണ്ടായി. അതേപോലെ തന്നെ ചെരിദാസ് ആൻഡ് വംശവലീസ്, ഈ വക കാര്യങ്ങൾ എന്താണ് അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചെരിദാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രാജാക്കന്മാരുടെ ബയോഗ്രഫി, അവരുടെ ആത്മകഥ, അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളേനും ഒരു അനലൈസിസും ക്രിറ്റിസിസത്തിനും എന്നതിലുപരി. അതേപോലെ വംശവലി എന്ന് പറഞ്ഞ ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ലിഖിതങ്ങളല്ല, രേഖപ്പെടുത്തൽ. അതായത് ഈ സമയാധിഷ്ഠിതമായി അവരുടെ അധികാര, റോയൽ ഫാമിലിന്റെ ലൈനേജും കാര്യങ്ങളും, എങ്ങനെ അവരെ ഈ അധികാരത്തിലെത്തി, ചരിത്രപരമായ ഇവന്റ്സുകളും ചില എക്സെപ്ഷണൽ കേസുകളിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ അതായത് ഈ കല്ലുകളിൽ രേഖപ്പെടുത്തും മറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ല, അതിനാണ് വംശവലീസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ, നേരത്തെ പറഞ്ഞില്ല, കല്ലുകൾ രേഖപ്പെടുത്തുക, അതും ഈ ഒരു ലിഖിതങ്ങൾ അതൊരു പ്രധാനപ്പെട്ട സോഴ്സുകളായിരുന്നു. എന്തുകൊണ്ട് ലിഖിതങ്ങൾ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണെന്ന് വെച്ചാൽ അതിലെന്തുണ്ടായിരുന്നു, ജോഗ്രഫിക്കൽ, അത് കിട്ടുന്ന സ്ഥലങ്ങൾ, അപ്പൊ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലിഖിതങ്ങളിൽ ഉപയോഗിച്ച ലാംഗ്വേജ് ഏതാണ്, അതിന്റെ സ്ക്രിപ്റ്റ് ഏതാണ്, അതിന്റെ ഡേറ്റിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് പല ലഭിക്കുന്ന ലിഖിതങ്ങളും ഇൻസ്ക്രിപ്ഷൻസും എന്താണ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആയിരുന്നു, ഔദ്യോഗിക രേഖകളായിരുന്നു. അപ്പൊ ഈ ഒരു വക കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ ഇസ്ലാമിക് സോഴ്സസ് വിച്ച് ഗീവ് ഇൻഫോർമേഷൻ, ഏർലി സുൽത്താനേറ്റ് ഭരണകാലത്ത് എന്ത് ചെയ്തിരുന്നു, ഈ ഇസ്ലാമിക് സോഴ്സസ്, ഞാൻ ഈ പറഞ്ഞ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്നിരുന്ന ട്രാവലോഗ്സ്, ചരിത്രകാരന്മാരുടെ രേഖപ്പെടുത്തലുകൾ, ഇബ്നു ബത്തൂത്തയെ പോലുള്ളയും, അതുപോലെ തന്നെ കൊട്ടാര കവികളുടെയും ദർബാറുകളിലും മറ്റും ഇരുന്നിരുന്ന ആളുകളുടെ എഴുതിയ ബുക്കുകളും മറ്റും എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക് സോഴ്സസിൽ പരാമർശങ്ങളും കാര്യങ്ങളും ഈ ചരിത്രത്തെ പറ്റി അറിയാൻ നമുക്ക് വലിയ രീതിയിൽ സ്വാധീനിച്ചു. പിന്നെ ആർക്കിയോളജിക്കൽ സോഴ്സസ് വളരെ പരിമിതമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യന്റെ കേന്ദ്രീകൃതമായി ലാക്ക് ഓഫ് ഫണ്ടിന്റെ ബുദ്ധിമുട്ടും പിന്നെ സെറ്റിൽമെന്റ്സും കാരണങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ സംഭവങ്ങൾ ഡിസ്ട്രോയ് ചെയ്തിരുന്നു. ഇൻഹാബിറ്റ്സ് കൊണ്ട് ഈ ഒരു സോഴ്സസ് ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ശേഷമുള്ള കാലഘട്ടം, ബ്രിട്ടീഷ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാലഘട്ടങ്ങളെയും ആയിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാരണം ഈ ഒരു പീരിയഡിൽ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വളരെ ബുദ്ധിമുട്ടില്ലതായിരുന്നു. ഒന്ന് ഫണ്ടിന്റെ, പിന്നെ കോംപ്ലക്സ് സൈറ്റിംഗ്
സൈറ്റ് ഫോർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം സെറ്റിൽമെന്റ്സ് കാര്യങ്ങൾ ഈ കാര്യം. അതേമാതിരി തന്നെ ഈ കിട്ടുന്ന ആർട്ടിഫാക്ട്സിന്റെ ഇന്റർപ്രിട്ടേഷൻ അത് കാറ്റഗറൈസ് ചെയ്യുക ഏത് കാലഘട്ടത്തെയാണ്, ഏത് രാജ്യം, ഇതിന്റെ ഒരു ബുദ്ധിമുട്ടും അത്രയും കാലഹരണപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സോ ഈ ഒരു വക കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ യൂണിറ്റിൽ എന്താണ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സിനാരിയോ രാജ്പുത് റേസ് ആൻഡ് സ്ട്രഗിൾ ടു പവർ. അതായത് രാഷ്ട്രീയ ചുറ്റുപാട്, രാജ്പുത്രരുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ചയും അതുപോലെ തന്നെ അധികാരത്തിലേക്കുള്ള ശക്തിയിലേക്കുള്ള ഉയർച്ചയെ പറ്റി രാജ്പുത്രർക്ക് റെഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മേജർ ആയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഈ രാജ്പുത്രരുടെ അധികാര രീതിയെ പറ്റി, അവരുടെ വാർഫെയർ യുദ്ധങ്ങളെ പറ്റി, അതേമാതിരി ഫ്യൂഡൽ സ്ട്രക്ചർ, അവരുടെ ജന്മശക്തിയെ പറ്റി, അവരുടെ മിലിറ്ററി പവേഴ്സ്, ലാൻഡ് ഗ്രാൻഡ്സ്, ഈ വക കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാണ് അവർ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്, അവരുടെ പൊളിറ്റിക്കൽ പാറ്റേൺസ് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ പവേഴ്സും അതായത് പാറ്റേൺസിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ഓഫ് പവർ, എങ്ങനെയാണ് അവർ പവർ ഏകീകരിച്ചു വെച്ചിരുന്നത്, അതുപോലെ തന്നെ അവരുടെ ഉയർച്ചയും തകർച്ചയും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. എങ്ങനെ അവർ ഡിക്ലൈൻ ചെയ്തു, പീരിയഡ് ഓഫ് കോമ്പറ്റീഷൻ, ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ റെയിൽവേ പോരാട്ടങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്, അതുപോലെ തന്നെ അവരുടെ എന്താ അവരുടെ കൺസെപ്റ്റ് ഹോണർ ആൻഡ് ലോയൽറ്റി, രാജ്പുത്രരുടെ സമൂഹം എന്ത് ചെയ്തിരുന്നു, വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു എന്തില്, ഐഡിയൽ ഓഫ് ഹോണർ, ഈ എന്താ പറയാ കറേജ്, ധൈര്യം, കൂറ്, ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഊന്നിക്കൊണ്ടുള്ള ഒരു രാജ്പുത്രരുടെ ഒരു പൊളിറ്റിക്കൽ രീതിയായിരുന്നു അവരത് ഉണ്ടായിരുന്നത്. സോ ഈ വക കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ പൊളിറ്റിക്കൽ സിനാരിയോ, നേരത്തെ പൊളിറ്റിക്കൽ സിനാരിയോ 1 പറഞ്ഞു, രാഷ്ട്രീയ ചുറ്റുപാട് രാജ്പുത്രരുടെ പറഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രകുദാസ് ആൻഡ് പാലാസ്, വളരെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ കന്നൗജ് ട്രയാങ്കിളിന്റെ കഥ ഞാൻ പറഞ്ഞു. അപ്പോ രാഷ്ട്രകുദാസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര റീജിയനിലും, പാൽ അഥവാ അറിയപ്പെടുന്ന പാലാസ് എന്ന് പറയുന്നത് ബംഗാൾ റീജിയനിലും ഉണ്ടായിരുന്ന ഒരു രാജവംശമായിരുന്നു. അപ്പൊ ഈ ഒരു മേജർ ഈ ഒരു ഇതിൽ നമ്മൾ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം 8ഉം 11ഉം സെഞ്ചുറികൾക്ക് ഇടയിൽ എന്ത് ചെയ്തിരുന്നു, സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളെ പറ്റിയാണ്. അതായത് പല്ലവാസ്, ചോളാസ്, പാണ്ഡ്യാസ്, രാഷ്ട്രകുദാസ്, ഈസ്റ്റേൺ ചാലുക്യാസ് എന്നറിയപ്പെടുന്ന പ്രധാനികളും, അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗംഗാസ്, ചേരാസ് എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ രാജവംശങ്ങളെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ രാഷ്ട്രകൂതരുടെ അധികാരത്തിലേക്ക് ഉയർച്ച, രാഷ്ട്രകൂതരിൽ പ്രധാനിയായ ദാന്തി ദുർഗ, അമോഘവർഷ, ഗോവിന്ദ 3 എന്ന് പറയുന്ന രാജാക്കന്മാരെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. രാഷ്ട്രകൂതരുടെ അധികാരവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഭരണമായ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ പാൽ ഡൈനാസ്റ്റി, ബംഗാളിലെ പാൽ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരെ പറ്റി, ധരംപാല എന്ന് പറയുന്ന ഡൈനാസ്റ്റിനെ പറ്റി, രാജാവിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു ബുദ്ധിസ്റ്റ് ഡൈനാസ്റ്റിയാണ്, ബുദ്ധമതത്തിലെ ഡൈനാസ്റ്റിയാണ്. അപ്പൊ അവര് ഈ ആർട്ട് ആൻഡ് കൾച്ചറിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നടത്തി, അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിസമായിട്ട് ഏതൊക്കെ കോൺട്രിബ്യൂഷൻസ് അവർ നടത്തിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ കൈരാവർത്ത റെബല്യൻ എന്ന് പറയുന്നത് ഫിഷർമെൻസും അതേമാതിരി തന്നെ കൾട്ടിവേറ്റേഴ്സ്, അതായത് കൃഷിക്കാരും ആയ ഒരു ലോവർ കാസ്റ്റ് പീപ്പിൾസിന്റെ ഒരു റെബല്യൻ, അവരുടെ ഒരു കലാപം. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ അധികാരത്തിലുണ്ടായിരുന്ന പാല രാജവംശത്തിനെതിരെ അവർ നടത്തിയിരുന്ന കലാപം, അതുകൊണ്ടുണ്ടായ കോസസ് എന്താണ്, ഇമ്പാക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു 3rd യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തതായി 4th യൂണിറ്റില് പൊളിറ്റിക്കൽ സിനാരിയോ 3rd, ചോളാസ് ആൻഡ് ചാലുക്യാസ്. ഫസ്റ്റ് 2nd യൂണിറ്റിൽ നമ്മൾ രാജ്പുത്രരുടെ കഥ പറഞ്ഞു, 2nd യൂണിറ്റ് പറഞ്ഞു. ഇപ്പൊ 3rd യൂണിറ്റ് പറഞ്ഞു പൊളിറ്റിക്കൽ സിനാരിയോ, 2nd പറഞ്ഞു പൊളിറ്റിക്കൽ സിനാരിയോ, 3rd എന്താ വെച്ചാൽ ചോളാസ് ആൻഡ് ചാലുക്യാസ്. ചോളാസ് നമുക്കറിയാം, സൗത്ത് ഇന്ത്യ, തമിഴ് കൺട്രി, അതായത് തമിഴ് രാജ്യത്ത് തുടങ്ങി അധികാരത്തിൽ ഉയർച്ചയിലെത്തി വളരെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ ഒരു രാജവംശമായിരുന്നു എന്ത്, ഈ ചോളാസ് എന്ന് പറയുന്നത്. 10ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടക്കാണ് എന്ത് ചെയ്യുന്നത്, ചോളാസ് അവരുടെ അധികാരം നടത്തിയിരുന്നത്. അവരുടെ പ്രധാനമായ ഭരണസമയം എന്ന് പറയുന്നത് 10th to 12th സെഞ്ചുറീസിനും. അതുപോലെ ഒരുപാട് പ്രത്യേകതകളില്ല രാജവംശമാണ് ചോളാസ്. എന്താ വെച്ചാൽ അവർക്ക് നേവൽ പവേഴ്സ് ഉണ്ടായിരുന്നു, നാവിക ശക്തി ഉണ്ടായിരുന്നു, അവര് ശ്രീലങ്ക കീഴടക്കിയിരുന്നു. അവരുടെ രാജ്യത്തിന്റെ വിശാലത എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വരെ അത് എത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് റൂട്ട്സിന്റെ കൺട്രോൾ, സഞ്ചാരപാതകൾ, അതായത് ചരക്കു സഞ്ചാരപാതകൾ അവർ കൈയടക്കി വെച്ചിരുന്നു, അതിൽ നിന്ന് നികുതി ഈടാക്കിയിട്ട് വരുമാനം നേടിയിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കും ചോളാസിന്റെ.
അതായത് ഭരണവും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ഘടനകളൊക്കെ പഠിക്കും. പിന്നെ ചാളുക്യാസ് ഓഫ് കല്യാണ. ഈ ചാളുക്യാസ് ഓഫ് കല്യാണ അവരറിയപ്പെടുന്നത് ലേറ്റർ ചാളുക്യാസ് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഡെക്കാൻ റീജിയനിൽ ബദമി ചാളുക്യ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയുടെ ഡിക്ലൈനിന് ശേഷം പുതുതായി അധികാരത്തിലെത്തിയ ലേറ്റർ കല്യാണ എന്ന് പറയുന്ന ചാളുക്യാസ് ഓഫ് കല്യാണയുടെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവരുടെ മിലിറ്ററി അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, അവരെന്ത് ചെയ്തിരുന്നു, സൈനിക നേട്ടങ്ങൾ എന്തൊക്കെ, കോൺഫ്ലിക്റ്റുമായി ചോലാസുമായി അവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, നാവിക യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, കടലിൽ ഒരു ശക്തികൾ മാരിടൈം പവേഴ്സ് ആയിരുന്നു അവര്. പിന്നെ ഈ വക കാര്യങ്ങൾ. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ചാളുക്യാസിന്റെ ലേറ്റർ ചാളുക്യാസിന്റെ ഈ ചാളുക്യാസിന്റെ ഒക്കെ അടിയിൽ എന്തുണ്ടായി, കല്യാണ ഞാൻ പറഞ്ഞ ലേറ്റർ ചാളുക്യാസ് ഇവരെന്തൊരു ഒരു കൾച്ചറൽ ഫ്ലോറിഷിങ് ഉണ്ടായി. അതായത് കൾച്ചറിന്റെ വളരെ വലിയൊരു എക്സ്പാൻഷനും ഒരു വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് റിലീജിയസ് ടോളറൻസ് ഇതിലൊരു ഇമ്പോർട്ടന്റ് പോയിന്റാ. മതപരമായ സഹിഷ്ണുത, ടെമ്പിൾ ആർക്കിടെക്ചർ, വളരെ വ്യത്യസ്തമായ ടെമ്പിൾ ആർക്കിടെക്ചർ അവർ കൊണ്ടുവന്നു, ആർട്സിനെ പ്രൊമോട്ട് ചെയ്തു. ഈ വക കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു 4th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 5th യൂണിറ്റിലേക്ക് പോവുകയാണ്. ഇതുവരെ എല്ലാം ഡിസ്കസ് ചെയ്ത 4 യൂണിറ്റും എല്ലാവർക്കും ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. യൂണിറ്റ് 5 ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ആർട്ട്, കലാപരവും അതേമാതിരി ആർക്കിടെക്ചർ, ഈ സംഭവങ്ങളെ പറ്റിയുള്ള ഈ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ ഈ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുമ്പോൾ ആർട്ടും ആർക്കിടെക്ചറും ലിറ്ററേച്ചറും അതേപോലെ തന്നെ ലാംഗ്വേജും ഫിലോസഫി എല്ലാ പെർസ്പെക്റ്റീവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏർലി മീഡിയവൽ ഇന്ത്യയുടെ ഭാഗം ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ ഒക്കെ യൂണിറ്റ്സ് ഇനി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അതായത് എമർജൻസ് ഓഫ് റീജിയണൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, പ്രാദേശികമായിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈൽസിന്റെ ഉത്ഭവം എങ്ങനെ, അതായത് ജോഗ്രഫിക്കൽ കണ്ടീഷൻ, ഭൂപ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട്, ക്ലൈമറ്റിക് അവിടുത്തെ കാലാവസ്ഥ ഒരു കാരണമാണ്, ഈ കാലാവസ്ഥ കാരണങ്ങൾ കൊണ്ട്, അതേപോലെ തന്നെ മതപരമായതും സാംസ്കാരികപരമായ കാരണങ്ങൾ കൊണ്ടും അധികാര വംശങ്ങളുടേതായ മുദ്രകൾ പതിപ്പിക്കുന്നത് കൊണ്ടൊക്കെ എന്തുണ്ട്, വ്യത്യസ്തമായ ആർക്കിടെക്ചറൽ സ്റ്റൈലുകൾ എന്ത് ചെയ്തിരുന്നു, എമർജ് ചെയ്ത് വന്നിരുന്നു. പിന്നെ ഈ ടെമ്പിളുകളുടെ ക്ലാസിഫിക്കേഷൻ, അതായത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മൂർത്തികൾക്ക് അനുസരിച്ച് നമുക്കറിയാം, ഓരോ മൂർത്തിക്ക് അനുസരിച്ച് ഓരോ ടെമ്പിൾസ്, അപ്പൊ ഓരോ മൂർത്തികളൊക്കെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരുന്നു. അവിടെ ആ ടെമ്പിൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ്, ടെമ്പിളിന്റെ പ്ലാന്, പല രേഖ, വിമാന എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള പ്ലാനുകൾക്ക് അനുസരിച്ചും ഈ ടെമ്പിൾസിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നു. പിന്നെ ഈ ആർക്കിടെക്ചറൽ ടെർമിനോളജികൾ, പലതരത്തിലുള്ള ആർക്കിടെക്ചറൽ ടെർമിനോളജികൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ സ്കൂൾ ഓഫ് കൾച്ചേഴ്സ്, അതായത് ഈ സ്കൾപ്ചേഴ്സിന്റെ സ്കൂളുകൾ ഉണ്ടായിരുന്നു. പല്ലവ സ്കൾപ്ചർ, അത് ഓരോ രാജവംശത്തിന് ഓരോ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ സ്കെയിൽ ഉണ്ടായിരുന്നു. പല്ലവ സ്കൾച്ചർ, ചോള സ്കൾപ്ചർ, രാഷ്ട്രകൂത സ്കൾപ്ചർ. ഈ നമുക്കറിയാം ഈ എല്ലോറ ഗുഹകൾക്കകത്തൊക്കെ ഉള്ള നിർമ്മിതികളൊക്കെ, അതൊക്കെ ഒരു രാഷ്ട്രകൂദാസിന്റെ വലിയൊരു കയ്യൊപ്പാണ് ഇത്തരത്തിൽ. അതേപോലെ ഒറീസൻ സ്കൾപ്ചർ. പിന്നെ മറ്റൊരു വലിയൊരു ഫാക്ടർ എന്താ വെച്ചാൽ, ഈ ലിങ്കേജ് ബിറ്റ്വീൻ എസൻസ് ഓഫ് വിഡിയോൽ ഫാക്ടർ, സ്പ്രെഡ് ഓഫ് ഫ്യൂഡൽ എത്തോസ് ആൻഡ് കൾച്ചറൽ മാനിഫെസ്റ്റേഷൻ. അതായത് ഈ ഒരു വലിയൊരു ഈ ഫ്യൂഡലിസത്തിന്റെ, അതായത് ജന്മിത്വത്തിന്റെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, വളരെ വലിയ രീതിയിൽ ആർക്കിടെക്ചറിന്റെയും സ്കൾപ്ചറിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. അത് തമ്മിലൊരു ലിങ്കേജ് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ എന്ത് ചെയ്തിരുന്നു, പല സമ്മാനങ്ങളും കാര്യങ്ങളുമായിട്ട് അവരുടെ ഒരു അർപ്പണമായിട്ട് അവർ പല ടെമ്പിൾസും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ലക്ഷറി, അവർ എലൈറ്റ് ആയ കാലത്ത് അവരുടെ ലക്ഷറി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെമ്പിളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. റീജിയണലിസം, അവരുടെ പ്രാദേശികതയെ പ്രകടമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പിളുകളുടെ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐക്കോണോഗ്രഫി എന്ന് പറഞ്ഞ ഫ്യൂഡൽ ഐഡിയോളജി, ഈ സ്കൾപ്ചേഴ്സിനെ ഫ്യൂഡൽ ഐഡിയോളജി എങ്ങനെ ഇൻഫ്ലുവൻസ് ആയി എന്നതിനെ പറ്റി പഠിക്കുക. ഈ ഒരു സംഭവങ്ങളൊക്കെ എന്താണ് ഈ യൂണിറ്റിൽ നമ്മൾ വളരെ വൈഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് 6th യൂണിറ്റ് ആണ്. 6th യൂണിറ്റ് അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്, ടർക്കിഷ് ഇൻവേഷൻസ്, മഹ്മൂദ് ഗസ്നി ആൻഡ് മുഹമ്മദ് ഗൗരി. അതായത് അറബികളുടെ അധിനിവേശവും അതുപോലെ തന്നെ ടർക്കികളുടെ അധിനിവേശവും ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. അതായത് എന്താണ് ഈ ഒരു അറബ് ടർക്കിഷ് അധിനിവേശത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അത് ഇസ്ലാമിന്റെ 7th സെഞ്ചുറിയോട് കൂടി ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അറേബ്യയിൽ ഉണ്ടാവുകയാണ്. അതുമൂലം ആ ഒരു ഖലീഫേറ്റ് എംപറർ, അതായത് ഖലീഫേറ്റ് സാമ്രാജ്യത്തിന്റെ ഒരു റാപ്പിഡ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും അതേമാതിരി ഏഷ്യയിലേക്കൊക്കെ കടന്നു വന്നിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻവേഷൻസ് ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നെ സോഴ്സസ് ഓഫ് അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് അധിനിവേശത്തിന്റെ സോഴ്സസുകൾ, അതായത് അറബിക് ക്രോണിക്കിൾസ്, അറബിക് വംശാവലികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്ത് പറയാ, ഇന്ത്യൻ സാൻസ്ക്രിറ്റ് ഇന്ത്യൻ സോഴ്സസ് ആകുമ്പോൾ സാൻസ്ക്രിറ്റ്
സ്ക്രിപ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാം. അറബിക് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അറബിക് വംശാവലികളിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ റീസൺസ് ഫോർ ദ ക്യാപ്ചർ ഓഫ് സിന്ധ് ബൈ ദ അറബ്സ് എന്തുകൊണ്ടാണ് സിന്ധ് ക്യാപ്ചർ ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉത്തരം പറയുകയാണെങ്കിൽ അത് പല പെർസ്പെക്റ്റീവ് നോക്കിയാൽ അത് ഈ ഈ പോയിന്റ്സ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഇക്കണോമിക് മോട്ടീവ്സ് ഉണ്ടാവാം, അതായത് എന്താ വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ലൂട്ട് ചെയ്യുക എന്നതിലുപരി സിന്ധ് എന്ന് പറയുന്ന ഒരു മേജർ ഒരു ട്രേഡ് മാർക്ക് സെന്റർ ആയിരുന്നു. അതായത് സഞ്ചാരപാതകളെ കൂട്ടിയിണക്കുന്ന ഒരു സ്ഥലമായിരുന്നു സിന്ധ്. അപ്പോൾ ഒരു ത്രൈവിംഗ് എക്കോണമിയിലേക്ക് നയിക്കാൻ കാരണം ആ ഒരു മോട്ടീവ് ഉണ്ട്. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആംബിഷൻസ് ഉണ്ടായിരുന്നു. പല തങ്ങളുടെ സാമ്രാജ്യം വിശാലമാക്കാനുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ദെൻ ഫേസസ് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്, അതായത് എന്താ പറയാ, സിന്ധ് അധിനിവേശത്തിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ്. ആദ്യം ഒരു ഇനീഷ്യൽ എല്ലാ അധിക അധിനിവേശങ്ങളും നടന്നിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ ആദ്യം ഒരു ഇനീഷ്യൽ റെയ്ഡ് നടക്കും, രണ്ടാമതൊരു മേജർ ഇൻവെൻഷൻ. ഈ രണ്ട് പോയിന്റ് ആണ്. അപ്പൊ ഇനീഷ്യൽ റെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ഒന്ന് അവിടുത്തെ വൾണറബിലിറ്റീസ്, ആ സ്ഥലത്തെ ദൗർബല്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഏറ്റുമുട്ടലോ സഹായകമാവും. ശേഷം എന്ത് ചെയ്യും, മേജറായ രീതിയിൽ എന്ത് ചെയ്യും, വലിയ തോതിൽ യുദ്ധം നടത്തി ക്യാപ്ചർ ചെയ്ത് അവരവിടെ ഭരണം നടത്തുകയോ അല്ലെങ്കിൽ ലൂട്ട് ചെയ്ത് പോവുകയോ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. ആ ഒരു സംഭവങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ദ നാച്ചർ ഓഫ് മുഹമ്മദ് ഗസ്നീസ് ഇൻവെൻഷൻ, മുഹമ്മദ് ഗസ്നിയുടെ ഇൻവേഷന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് ചോദിച്ചാൽ മൂപ്പര് ആള് ഗസ്നി രാജവംശത്തിന്റെ ഒരു അധിനിവേശത്തിന്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ അതുപോലെ മേജർ എയിം പറഞ്ഞ വെൽത്ത് അക്വിസിഷൻ തന്നെ ആയിരുന്നു. അതായത് ഏത് രാജ്യമാണോ അവര് അധിനിവേശം നടത്തുന്നത്, ഏത് രാജ്യത്താണോ വരുന്നത്, അവിടുത്തെ സമ്പത്തുകളെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. പിന്നെ മതപരമായ കാര്യം, ഇസ്ലാമെ സ്പ്രെഡ് ചെയ്യാന്നുള്ളൊരു ഒരു പാർട്ടുണ്ട്. അതേമാതിരി അവരുടെ സാമ്രാജ്യം വിശാലമാക്കുക, കൂടുതൽ ശക്തരായ സാമ്രാജ്യമാക്കുക എന്നുള്ള പോരാക്കാണ്. പിന്നെ റൈസ് ഓഫ് ഗുരീദ് പവർ. ഗുരീദ്സ് എന്ന് പറയുന്നത് അഫ്ഗാനിലെ ഗോർ റീജിയനിൽ എമേർജ് ചെയ്ത് വന്ന ഒരു വംശാവലിയാണ് ഗുരീദ്സ്. അപ്പോ ഈ ഒരു ഗുരീദ്സിന്റെ ഉയർന്നു വരാനുള്ള കാരണം എന്താണല്ലോ, ഒന്ന് പറയുന്ന സ്ട്രാറ്റജിക് ലൊക്കേഷൻ, അതായത് ഭൂപ്രകൃതിപരമായി തന്നെ വളരെ ഒരു സ്ട്രാറ്റജിക് ആയ ഭൂമിയുടെ ഒരു പ്രതിരോധവും അതേപോലെ ഈ സഞ്ചാരപാതയിലെ ഇടയിൽ വരുന്ന ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ജോഗ്രഫിക്കലി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഗുരീദ്സിന്റെ മിലിറ്ററി പവേഴ്സ് ഭയങ്കര എടുത്തു പറയേണ്ടത്, കാരണം അവർ സ്കിൽഡ് വാരിയേഴ്സ് ആയിരുന്നു, ഹൈലി ട്രെയിൻഡ് ആയിരുന്നു, ഹൈലി ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, കോർഡിനേറ്റ് ഉണ്ടായിരുന്നു, ഈ വക കാര്യങ്ങൾ. പിന്നെ ഗുരീദ്സിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മുഹമ്മദ് ഘോരി ഈ ഗുരീദ്സിനെ നയിക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്നതിൽ വഹിച്ച പങ്കും എന്താണ് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ അടുത്തത് ഫേസസ് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് നോർത്ത് ബൈ മുഹമ്മദ് ഘോരി, റീസൺസ് ഫോർ ദ ഡിഫീറ്റ് ഓഫ് രാജ്പുട്സ്. അപ്പോ ഇതും എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് ചെയ്തു, മുഹമ്മദ് ഘോരി ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ രജ്പുത് റൂളേഴ്സിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ചെറിയ ചെറിയ സെറ്റ് ബാക്സ് ഉണ്ടെങ്കിൽ കൂടി. പിന്നെ രണ്ടാമത്തെ അറ്റാക്കിൽ ഏകദേശം 12th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗുരീദ്സ് രണ്ടാമത്തെ അറ്റാക്ക് നടത്തുകയും അവരെന്ത് ചെയ്യുന്നത് ഇവിടെ കൺട്രോൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല അവർ ഡൽഹി അവരുടെ കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ എന്ത് ചെയ്തു, ഇവിടെ കീഴടക്കാൻ, ആ ഒരു പ്രവിശ്യ നോർത്ത് ഇന്ത്യയുടെ ആ ഭാഗങ്ങൾ മൊത്തം കീഴടക്കാൻ ഗുരീദ്സിന് കഴിഞ്ഞു. അതേപോലെ അധികാരം കയ്യിൽ ഏകീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു, കൺസോൾട്ടേഷൻ ഓഫ് പവറും കഴിഞ്ഞു. ഇത് ഒരു 12th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടക്കുന്നത്, ഈ മുഹമ്മദ് ഘോരീസിന്. അതാണ് ഫേസസ് ഓഫ് മുഹമ്മദ് ഘോരി, കോൺക്വസ്റ്റ് ബൈ മുഹമ്മദ്. പിന്നെ അടുത്തത് കോൺക്വസ്റ്റ് ബൈ മുഹമ്മദ് ഘോരിയുടെ ഘട്ടങ്ങൾ, ഈ അധിനിവേശത്തിന്റെ. പിന്നെ രജ്പുത് രാജാക്കന്മാരുടെ പരാജയത്തിന് കാരണം എന്താണെന്ന് അടുത്ത പോയിന്റ്. ഒന്നാമത് പറയുന്നത് രജ്പുട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രജ്പുട്സിന്റെ യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പല പല ക്ലാനുകളാണ് രജ്പുട്സില്. അപ്പൊ ഈ ലാക്ക് ഓഫ് യൂണിറ്റി, രജ്പുത് ഭരണാധികാരികൾ വളരെ ഡിവൈഡഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു അവരുടെ തമ്മിൽ ഈ അന്തരം എന്ത് ചെയ്തിരുന്നു, അധിനിവേശ ശക്തികൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവരുടെ സൈനിക ശക്തി കാലക്രമേണ ക്ഷയിച്ചു വന്നിരുന്നു, പുതിയ ടെക്നിക്കുകളുടെ അഭാവമൊക്കെ. പിന്നെ ഗുരീദ്സിന്റെ ആ ഒരു ടാക്ടിക്സും എന്താണ് ഇതിനൊരു ഒരു രീതിയിൽ എന്താണ് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ കോസസ് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് മുഹമ്മദ് ഘോരി, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. മുഹമ്മദ് ഘോരിന്റെ സക്സസിന് കാരണം മൂപ്പര് ഹൈലി ട്രെയിൻഡ് ആർമി ഉണ്ടായിരുന്നു, വെൽ സ്കിൽഡ് പേഴ്സൺസ് ആണ്, സ്ട്രാറ്റജിക് ഉണ്ടായിരുന്നു. പിന്നെ രജ്പുത്തരുടെ വീക്ക്നെസ് വളരെ കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. പിന്നെ റിലീജിയസ് ബിറ്റ്വീൻ ഗസ്നിവാദ്സ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗസ്നിവാദ്സ് ആൻഡ് ഗുരീസ്. അതിന്റെ ഡിഫറൻസിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
ഡിഫറൻസ് എന്ന് ഗസ്നിവാദ്സ് ഗുരിച്ച് 2 ഇൻവേഷൻസ് നടത്തിയിരുന്നവരാണെങ്കിൽ കൂടി ഈ ഗസ്നിവാദ്സ് കൂടുതലും ഒരു ലൂട്ട് എക്കണോമിക് പ്ലൻഡർ പൈസ അവിടുന്ന് എടുത്തു പോവുക അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലായിരുന്നെങ്കിലും ഗുരീച്ചിന്റേത് മെയിൻ ആയിട്ട് അവിടെ റൂൾ ചെയ്യണം, ആ ഒരു പ്രവിശ്യയിൽ അവർക്ക് ഭരണം നടത്തണം എന്ന തരത്തിലുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യണേ. അവരുടെ ലോങ് ടേം ഗോൾസ് എന്തായിരുന്നു? ഗോരീസിന്റെ ഒന്നും കൂടി വളർത്തണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്ത് പറയാ, ഞാൻ ഗസ്നിവാദ്സിന്റെ അങ്ങനെ ലോങ് ടേം ഗോൾസിന്റെ കാര്യത്തിൽ അവരൊന്ന് ബാക്ക് ആയിരുന്നു. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, മികവുള്ളതായിരുന്നു. പിന്നെ റിലീജിയസ് സ്പ്രെഡിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തത്, അതും ഏകദേശം സെയിം ആയിരുന്നു രണ്ട് ഡൈനാസ്റ്റികളുടെയും. ഓക്കെ, സോ 60 യൂണിറ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഈ കാര്യങ്ങളുടെ ഒക്കെ ഒരു വിശാലമായ ഡിസ്കഷനും അതിന്റെ പല പല പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് ഈ അധിനിവേശത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെ രസമാണ്. ഇപ്പോഴത്തെ നിലവിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുടെ ഓരോ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ വളരെയധികം സഹായകമായ പോയിന്റുകളാണിത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ സഹായകമാവും. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് 7th യൂണിറ്റ്, സോഷ്യൽ കൾച്ചർ ആൻഡ് ടെക്നോളജിക്കൽ ഇമ്പാക്ട്സ് അറബ് ആൻഡ് ടർക്കിഷ് ഇൻവേഷൻസ്. അറബികളുടെയും തുർക്കികളുടെയും അധിനിവേശം മൂലം സാംസ്കാരികവും സാമൂഹികവും സാങ്കേതിക വിദ്യയിലും ഒക്കെ എന്തൊക്കെ ഇമ്പാക്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന്. അതിന്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അറബ് ആൻഡ് ടർക്കിഷ് ഇൻവേഷൻ, അത് ഞാൻ പറഞ്ഞല്ലോ. അറബ് ഖലീഫേറ്റിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് ഒന്നുണ്ടായിരുന്ന ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മൂലം. പിന്നെ ട്രേഡ്, ആ ഒരു സഞ്ചാര പാതകള്, സൗത്ത് ഈസ്റ്റ് ഏഷ്യനും ഏഷ്യൻ രാജ്യങ്ങളും ഇപ്പുറത്തുങ്ങളിൽ നിന്നുള്ള സഞ്ചാരപാത, ആ ഒരു മെഡിറ്ററേനിയൻ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പോഴത്തെ നമ്മൾ പറയുമ്പോൾ തുർക്കിയിലെ ആ ഒരു മെഡിറ്ററേനിയൻ ആ ഏരിയകളൊക്കെ കണക്ട് ചെയ്യുന്നതും അതേമാതിരി സമുദ്രമാർഗങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതിലൊക്കെ ഈ അറബികൾക്കും തുർക്കികൾക്കും വലിയ പങ്കാണുള്ളത്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കും. അതേമാതിരി പിന്നെ സിന്ധ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വരാൻ പറയും, സഞ്ചാരപാതയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഗേറ്റ് വേണം. അതുവഴി മാത്രമേ ഈ ട്രേഡ് നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതിന്റെ ഒരു പാതയിൽ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അപ്പൊ ആ ഒരു റീസൺ. ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ അറൈവൽ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. പിന്നെ ഉള്ളത് ന്യൂ പെർസ്പെക്റ്റീവ് ഓഫ് അറൈവൽ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. അതായത് ഇപ്പൊ അറബികൾ തുർക്കി എന്ന് ഞാൻ പറഞ്ഞു, അത് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ അതിൽ ഡിസ്കസ് ചെയ്യും. അതായത് തുർക്കികളെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. തുർക്കികൾ പറയുമ്പോൾ നാടോടികളായിരുന്നു സെൻട്രൽ ഏഷ്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പഠിക്കും. അതേമാതിരി അവരുടെ തുർക്കികളുടെ അധികാരവും അവരുടെ ഒരു യുദ്ധ രീതികളൊക്കെ പഠിക്കും. ഗസ്നിവാദ്, ഗുരീദ് ഡൈനാസ്റ്റികളെ പറ്റി പഠിക്കും. പിന്നെ അറബ്സ് പറയുമ്പോൾ മെയിൻ ആയിട്ട് ട്രേഡ് ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇസ്ലാമിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഖലീഫേറ്റിന്റെ ഒരു ഭാഗമായിട്ട്. പിന്നെ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ദ അറൈവൽ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. ഇസ്ലാം ഇന്ത്യയിൽ അറൈവ് ചെയ്തതിന്റെ പുതിയ അതായത് അതേവരെ യുദ്ധങ്ങളിലും ഇതെന്നൊക്കെ മാറിയിട്ട് പീസ്ഫുൾ വേല എന്ത് ചെയ്തു, ഇസ്ലാം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ട്രേഡിലൂടെ, ഇന്റർ മാരേജിലൂടെ, സൂഫിസത്തിലൂടെ, അങ്ങനെ പുതിയൊരു പെർസ്പെക്റ്റീവ്. പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച്, ഈ പല അറബ്സുമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ കൾച്ചറൽ എക്സ്ചേഞ്ചും എന്ത് ചെയ്തിരുന്നു, ഈ ഒരു ഇസ്ലാമിന്റെ സ്പ്രെഡിന് കാരണമായിരുന്നു. പുതിയൊരു ആളുകൾ അംഗീകരിക്കാനും ഈ സൊസൈറ്റിയിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ആയി വരുന്നതിനൊരു പങ്കുവഹിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അറൈവല് നമുക്ക് പറയാം, അത് കണ്ടിന്യൂസ് പ്രോസസ്സും ആയിരുന്നു. അതുപോലെ തന്നെ ചേഞ്ച്, മാറ്റങ്ങൾ പെട്ടെന്ന് സഡനായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി മെല്ലെ 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 വന്നൊരു കൾച്ചറിൽ കയറി വന്ന് കൾച്ചറിൽ ചേഞ്ച് ചെയ്ത് ഒരു മിക്സ് കൾച്ചറായി മാറി വന്ന അങ്ങനത്തെ ഒരു സോഷ്യൽ ഓർഡറിൽ ഒരു മാറ്റവും കൾച്ചറൽ പ്രാക്ടീസസിലെ മാറ്റമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെല്ലെ അഡാപ്റ്റേഷനായി ട്രാൻസ്ഫോം ചെയ്ത് വരുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് സോഷ്യൽ കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഇമ്പാക്ട് ഓഫ് ബോത്ത് ദ അറബ് ആൻഡ് ടർക്കിഷ് ഇൻവേഷൻസ്. അതായത് എന്താ പറയാ, സാമൂഹികവും സാംസ്കാരികവും സാങ്കേതിക വിദ്യാപരമായ ഇമ്പാക്ട് എന്താണ്, ഈ യൂണിറ്റിന്റെ ഹെഡിങ് എന്താണ്, ടർക്കികളും അറബ്സും കൊണ്ടുവന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ സാമൂഹികമായ ഇമ്പാക്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സോഷ്യൽ ഓർഡർ വരികയാണ്. കാരണം പുതിയൊരു മതവിഭാഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ പുതിയൊരു സംസ്കാരമുള്ള ആളുകൾ വരുമ്പോൾ സോഷ്യൽ ഓർഡർ ശക്തമായിട്ടും എന്ത് ചെയ്യും, വേറൊരു ചേഞ്ച് അവിടെ ഒക്കെ അറിയും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അർബനൈസേഷൻ, നഗരവൽക്കരണം കൂടി. പിന്നെ വൈവിധ്യം വരികയാണ്. അതുപോലെ തന്നെ ഇതാണ് സോഷ്യൽ ഇമ്പാക്ട് വരുന്നത്. സോഷ്യൽ ഇമ്പാക്ടിന്റെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോയിന്റിന് ഒരു എക്സ്പാൻഷൻ ഒന്നുകൂടി വൈഡായി എല്ലാ ഒരു പെർസ്പെക്റ്റീവ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. പിന്നെ കൾച്ചറൽ ഇമ്പാക്ട് പറയുമ്പോൾ കൾച്ചറിന്റെ മെയിൻ ലാംഗ്വേജ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട്. ലിറ്ററേച്ചറിലും ലാംഗ്വേജിലും വളരെ മാറ്റം വന്നു. അതായത് പേർഷ്യൻ ലാംഗ്വേജ് ഒക്കെ അഡ്മിനിസ്ട്രേഷനിൽ വലിയ രീതിയിൽ ഉപയോഗിക്കും. ഇപ്പോഴും നമ്മൾ നിലവിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന
ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ താന എന്ന് പറയും. താന എന്നൊരു ഉറുദു ശബ്ദമാണ്, അതായത് ഉറുദു വേർഡാണ്, അതൊരു പേർഷ്യൻ വേർഡിൽ നിന്ന് വന്നതാണ്. അതേമാതിരി തഹസിൽ, നമ്മുടെ നാട്ടിൽ പറയുന്ന തഹസിൽദാർ എന്നറിയില്ല, ഈ വേർഡ്സ് ഒക്കെ പേർഷ്യൻ വേർഡാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് ലിറ്ററേച്ചർ നിലവിൽ പോലും അതിന്റെ എവിഡൻസ് കാണാം, അത്രയും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആർക്കിടെക്ചർ സ്റ്റൈലിൽ മാറ്റങ്ങള്, ആർട്ടിൽ മാറ്റങ്ങള്, ഫിലോസഫിയിലും തോട്ടിലൊക്കെ മാറ്റങ്ങള്, പിന്നെ ടെക്നോളജിക്കൽ ഇമ്പാക്ട്, ടെക്നോളജി പരമായി സാങ്കേതികപരമായി എന്തൊക്കെ ഇമ്പാക്ട് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിലിറ്ററി ടെക്നോളജിന്റെ അഡാപ്ഷൻ. അതായത് എന്ത് ചെയ്തു, ഈ ഇൻവേഷൻ നടത്തുന്നവര് കാവല്, അതായത് കുതിര, ഒട്ടകം, അതേമാതിരി ആനിമൽസിനെ യുദ്ധത്തിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ കൂടുതലാണ്. അങ്ങനെ ആനിമൽ യൂസിങ് കൂടി. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഒന്നുകൂടി റെക്കോർഡ് കീപ്പിങ്ങും കാര്യങ്ങളും ബുക്ക് കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റും അതൊക്കെ ഇവിടെ വന്നു. റെക്കോർഡ് കീപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ അഗ്രികൾച്ചറൽ ടെക്നിക്സ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുതിയ പുതിയ അഗ്രികൾച്ചറൽ വെറൈറ്റീസും ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതേമാതിരി പ്രാക്ടീസസ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ 7th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 6th യൂണിറ്റും 7th യൂണിറ്റ് രണ്ടും അറബ് ടർക്കിഷ് ഇൻവെൻഷൻ ആസ്പെക്ട് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള 2 യൂണിറ്റ്സ് ആണ്. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവുകയാണ്. സൊസൈറ്റി, ഇക്കോണമി, പൊളിറ്റി ആൻഡ് കൾച്ചറൽ, ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഈസ്റ്റും നോർത്ത് ഈസ്റ്റും, അതായത് വടക്കു കിഴക്കനും കിഴക്കും ഇന്ത്യയുടെ സൊസൈറ്റി, ഇക്കോണമി, പൊളിറ്റി എങ്ങനെയായിരുന്നു, ആ സ്ഥിതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോ ഫസ്റ്റ് ഡിസ്കസ് ദ പൊളിറ്റീസ് വിച്ച് വേർ റൂളിംഗ് ഇൻ ബംഗാൾ ആൻഡ് ആസാം ഇൻ ദ ഏർലി മിഡീവൽ പീരിയഡ്. അതായത് ഏതൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് ബംഗാളിലും ആസാമിലും ഏർലി മിഡീവൽ പീരിയഡിൽ എന്നാണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു സബ്ജക്ട് പറഞ്ഞ ഏർലി മിഡീവൽ പീരിയഡിന്റെ ഡിസ്കഷൻ. അപ്പൊ ബംഗാളിൽ നമ്മൾ ഞാൻ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു പാൽ ഡൈനാസ്റ്റി. ആ പാൽ ഡൈനാസ്റ്റിയും മറ്റു ചെറിയ ചെറിയ സ്മാൾ കിങ്ഡംസും ആണ് ബംഗാൾ റൂൾ ചെയ്തിരുന്നു എന്നുള്ളതിന് കൃത്യമായ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആസാമിന്റെ കേസിലേക്ക് വരുമ്പോൾ ആസാമിൽ ട്രൈബൽ ചീഫ്സ് റൂൾ ചെയ്തിരുന്നു, ചെറിയ ചെറിയ സ്മാൾ കിങ്ഡംസ് റൂൾ ചെയ്തു. എങ്കിലും അവിടെ ഒരു അൺസർട്ടനിറ്റി ആണ്, ആരാണ് മേജറായി റൂൾ ചെയ്തു എന്നതിന് ഒരു അൺസർട്ടനിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നിലനിന്നിരുന്നില്ല. പിന്നെ ദ നേച്ചർ ഓഫ് ഇക്കോണമി, സൊസൈറ്റി, പൊളിറ്റി ആൻഡ് പാലാഫ് ഓഫ് ബംഗാൾ ആൻഡ് ഡ്യൂറിംഗ് ദ ഏർലി മിഡീവൽ പീരിയഡ് ഇൻ ആസാം. ആസാമിൽ എക്കണോമിക്കലും സൊസൈറ്റിയിലുമായി പാലാസിന്റെ അടിയിൽ. അപ്പോ എക്കോണമിക്കൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൈമറി അഗ്രേറിയൻ എക്കോണമിയാണ്, കൃഷിയിൽ ഊന്നിക്കൊണ്ട് ക്രോപ്പ് റൈസ് ആയിരുന്നു അവരുടെ മെയിൻ കൾട്ടിവേഷന്. പിന്നെ ലാൻഡ് ഭൂമി വീതം വെച്ചിരുന്നത് ബ്രാഹ്മിൻസിന്റെയും ബുദ്ധ മൊണാസ്ട്രികൾക്കും ഒക്കെ ആയിരുന്നു. പിന്നെ അവർക്ക് ട്രേഡ് 2 രീതിയിലുണ്ടായിരുന്നു, മാരിടൈം ട്രേഡ് ഉണ്ടായിരുന്നു, കടൽ മാർഗം വഴിയുള്ള ട്രേഡ് ഉണ്ടായിരുന്നു, കരമാർഗം വഴിയുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സൊസൈറ്റി പറയുകയാണെങ്കിൽ പാല സൊസൈറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബംഗാളിലെ ഈ ഒരു. അപ്പോൾ പാല സൊസൈറ്റി ഒരു ഹൈറാർക്കിയൽ സൊസൈറ്റി, ചാതുർവർണ്ണത്തിൽ ബ്രാഹ്മണിക്കൽ ചാതുർവർണ്ണങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. പക്ഷെ അവരുടെ രാജവംശ സ്റ്റേറ്റ്, രാജ്യത്തിന്റെ മതം എന്ന് പറയുന്നത് ബുദ്ധിസം ആയിരുന്നു. പക്ഷെ ഹിന്ദുസുമായിട്ട് വളരെ രീതിയിൽ കോഎക്സിസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിന്നെ പൊസിഷൻ ഓഫ് വുമൺ റിലേറ്റീവ്ലി ഹൈ. മറ്റ് രാജവംശങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വുമൺസിന്റെ പൊസിഷൻ വളരെ ഹൈ ആയിരുന്നു. അതേമാതിരി വുമൺ എന്ത് ചെയ്തിരുന്നു, സൊസൈറ്റിയിൽ നല്ല റൈറ്റ്സും ബെനിഫിറ്റും ഒക്കെ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ മതപരമായ പെർസ്പെക്റ്റീവിലും അതേമാതിരി സാമൂഹത്തിലും ഒക്കെ എന്ത് ചെയ്തു, വുമൺസ് വലിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നു. പിന്നെ പൊളിറ്റി പറയുകയാണെങ്കിൽ പാല രാജവംശം പറഞ്ഞില്ല, രാജവംശ മൊണാർക്കിയാണ്, രാജാവായിരുന്നു പരമാധികാരി. അതുപോലെ തന്നെ രാജാവിന്റെ രാജവംശം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ രീതിയിൽ പ്രൊവിഷൻസും സ്റ്റേറ്റുകളൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഗവർണർമാർക്കും മറ്റു ഭരണപ്രദേശങ്ങളായിട്ട് വീതിച്ച് നൽകിയിരുന്നു ഭരണ നിർവഹണത്തിന്റെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട്. അതേമാതിരി ഭൂമി ഗ്രാൻഡായി നൽകുന്നതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിൽ വലിയ രീതിയിൽ പങ്കുവച്ചു. കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ഇൻ ദ ഏർലി മിഡീവൽ പീരിയഡ്. അപ്പോൾ ഏർലി മിഡീവൽ പീരിയഡിലുള്ള കൾച്ചറൽ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ആണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. കൾച്ചറൽ അച്ചീവ്മെന്റ്സ് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏർലി മിഡീവൽ പീരിയഡിലാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധിസം വലിയ രീതിയിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഈ പാൽ ഡൈനാസ്റ്റി അതിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ നളന്ദ യൂണിവേഴ്സിറ്റി പാൽ ഡൈനാസ്റ്റിയിലെ കിങ് അല്ല എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ കൂടി വേറെ 4 വിഹാർസ് എന്ന് പറയും ഈ യൂണിവേഴ്സിറ്റികളെ, വേറെ 4 മഹാവിഹാർസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ബുദ്ധിസത്തിന്റെ എക്സ്പെൻഷൻ ഈ സമയത്താണ് നടന്നത്. അതേപോലെ ലിറ്ററേച്ചർ, സാൻസ്ക്രിറ്റിന്റെ അതുപോലെ തന്നെ ബംഗാളി ലിറ്ററേച്ചറിന്റെ ഒക്കെ തഴിച്ചു വളരുകൾ നടന്നത് എന്താണ് ഈ ഒരു ആസാമിൽ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതേമാതിരി എന്ത് ചെയ്തിട്ടുണ്ട്, ആസാമിലല്ല നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ. അതേമാതിരി ആർട്ട്, പാല ഡൈനാസ്റ്റി അവരുടേതായ പെയിന്റിങ്, അവരുടെ യൂണിക് സ്റ്റൈലിൽ ആർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ ആർക്കിടെക്ചറിന്റെ സ്കെയിൽ പറയുകയാണെങ്കിൽ പാലാസ് അമ്പലങ്ങളും അതേമാതിരി മൊണാസ്ട്രികളും ഒക്കെ എന്ത് ചെയ്തിരുന്നു, അവരുടേതായ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ത് ചെയ്യുന്നു അവരുടെ ഈ
കൺസ്ട്രക്ഷനിലും കാര്യങ്ങളിലൊക്കെ അവരെ കീപ്പ് ചെയ്തിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th യൂണിറ്റ് ആണ്. അപ്പോൾ 9th യൂണിറ്റില് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈ ഒരു ടോപ്പിക്, അതായത് രാഷ്ട്രീയം സാംസ്കാരികമായ വിശാലത ഇത് എക്സ്പാൻഡ് ചെയ്തു എവിടെ വരെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെ ഇത് എക്സ്പാൻഷൻ. അപ്പൊ മോട്ടിവേഷൻ ബിഹൈൻഡ് ദ ഇന്ത്യൻ എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഇന്ത്യൻ എക്സ്പാൻഷൻ ഉണ്ടാവുന്നതിന്റെ പിന്നിലെ മോട്ടിവേഷൻ എന്തായിരുന്നു? മേജറായിട്ട് പറയേണ്ട എക്കണോമിക് മോട്ടീവ്സ് തന്നെ ആയിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഇന്ത്യയും റോമും കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഈ ഒരു റിച്ച് ആയിരുന്നു ട്രോപ്പിക്കൽ വുഡ്സിലും അതേപോലെ മെറ്റൽ ലോഹങ്ങളിലും അതേപോലെ തന്നെ സ്പൈസസിലും കാര്യങ്ങളിലൊക്കെ റിച്ച് ആയ ഒരു മേഖലയായിരുന്നു. അപ്പൊ ആ ഒരു റീസൺ, പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച്, ഇന്ത്യൻ റിലീജിയസ് സംഭവങ്ങളുമായിട്ടും ഇന്ത്യൻ ട്രഡീഷനൊക്കെ ആയിട്ട് പെട്ടെന്ന് കൂടിയിണങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ കൾച്ചറൽ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങൾ ഉണ്ടാവും ഈ പൊളിറ്റിക്കൽ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു പങ്ക് പറയേണ്ടത് എന്താ വെച്ചാൽ ബുദ്ധിസത്തിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്. ബുദ്ധിസം ഹിന്ദുയിസം എന്ത് ചെയ്തിരുന്നു, വലിയ രീതിയിൽ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. എടുത്തു പറയേണ്ടത് ബുദ്ധിസത്തിന്റെ ഒരു വ്യാപനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലീജിയസ് മതപരമായ റിലീജിയസ് സെന്റേഴ്സും റിലീജിയസ് കമ്മ്യൂണിറ്റീസും ഒക്കെ എന്ത് ചെയ്തു, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം. പിന്നെ അടുത്തത് how Indian ideas and practices traveled across and how they were incorporated into historical, political and cultural milieu of Southeast Asia. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇന്ത്യൻ ഐഡിയാസും പ്രാക്ടീസസും അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതുപോലെ ആ ഒരു ഓല സംസ്കാരവുമായി ഇൻകോർപ്പറേറ്റ് കൂടിച്ചേരുന്നത് എങ്ങനെയാണ്? അത് മെയിനായിട്ട് ട്രേഡ്, വ്യാപാരം ഒന്നാണ്. പിന്നെ കോളനൈസേഷൻ, നമ്മളുടെ ഈ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ രാജവംശത്തിന് കീഴിലായിരുന്നു ആ ഒരു ഭൂപ്രദേശം വരുന്നത്. അത്തരത്തിലുള്ള കോളനൈസേഷനും പിന്നെ റിലീജിയസ് മിഷൻസ്, ബുദ്ധമതങ്ങളുടെ അതേമാതിരി ഹിന്ദുസത്തിന്റെ ഒക്കെ എന്ത് ചെയ്തിരുന്നു, റിലീജിയസ് മിഷൻസ് വലിയ രീതിയിൽ, അതായത് അവരുടെ തോട്ടും പ്രാക്ടീസസും ആശയങ്ങളും ചിന്തകളും ഒക്കെ അവിടെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അതേമാതിരി അവിടെകളിലും എന്ത് ചെയ്തിരുന്നു, റിലീജിയസ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് ഏത് രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു വെച്ചാൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഇന്ത്യൻ കൺസെപ്റ്റ്, ഈ ഇന്ത്യൻ അനാർക്കിയൽ സ്റ്റൈൽ, ഇന്ത്യൻ കിങ്ഷിപ്പ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഭരണനിർവഹണ സ്റ്റൈലൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു വലിയ രീതിയിൽ അഡാപ്റ്റേഷൻ നടത്തിയിരുന്നു അവര്. പിന്നെ റിലീജിയസ് ബിലീഫ്സ്, വലിയൊരു പെർസെന്റേജ് ഇപ്പോഴും നിലവിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ബുദ്ധിസം ഉള്ളത്. അപ്പൊ നമുക്കറിയാം ആ ഒരു അഡാപ്റ്റേഷൻ എത്ര. പിന്നെ ആർട്ടിൽ, ലിറ്ററേച്ചറിൽ ആ ഒരു സാമൂഹിക സോഷ്യൽ കസ്റ്റംസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഈ ഒരു പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ ട്രഡീഷന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് പിന്നെ ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എക്സ്റ്റെൻഡ് ഇന്ത്യൻ ട്രഡീഷൻ അൾട്ടേർഡ് as they entered into Southeast Asian environmental factors contributing to these changes. ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ ട്രഡീഷന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ബാധിച്ചത്? അപ്പോൾ വളരെ വലിയൊരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ എൻവയോൺമെന്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ട്രഡീഷന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടും. ഒന്ന് ലോക്കലൈസേഷൻ, അതായത് ഇന്ത്യൻ കൺസെപ്റ്റുകൾ എന്ത് ചെയ്തു അവിടെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, സ്വാഭാവികതയായിരുന്നു, അവരും അത് അഡോപ്റ്റ് ചെയ്ത് ആ ഒരു സ്റ്റൈലിലേക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സൊസൈറ്റീസിൽ അതിലേക്ക് മാറിയിരുന്നു. പിന്നെ നമ്മളെ സൗത്ത് ഈസ്റ്റ് ഏഷ്യന്റെ ഒരു എന്താ പറയാ യുണീക്ക് തോട്ടും എക്സ്പ്രഷൻസും ഒക്കെ ഇന്ത്യൻ ഡെറിവേഷനുമായിട്ട് കൂടിച്ചേരുക. അതേമാതിരി സെലക്റ്റീവായ കാര്യങ്ങളിൽ അഡോപ്ഷന് മാത്രമായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ചൂസ് ചെയ്തിരുന്നത്. മൊത്തത്തിൽ എല്ലാ ഒരു ഓൾ ഇന്ത്യൻ അഡോപ്റ്റേഷൻ അവിടെ അല്ല ആ ഒരു കാര്യങ്ങള്. പിന്നെ എൻവയോൺമെന്റ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ ചേഞ്ചിന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമറ്റിക് ഡിഫറൻസ്, ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളും അതേപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളും എന്ത് ചെയ്തിരുന്നു ഈ ഒരു കാര്യത്തിനെ വലിയ ഇന്ത്യൻ പ്രാക്ടീസസ് സ്വാധീനിക്കുന്നത് പറഞ്ഞു. കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് ഒരു യുണീക്ക് ജോഗ്രഫിക്കലും ക്ലൈമറ്റിക് കണ്ടീഷൻസും ഉണ്ട്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും യുണീക്കായ കണ്ടീഷൻസ് അല്ലത്. പിന്നെ ഇൻഡിജീനിയസ്, അതായത് തനത് നാടോടി അങ്ങനത്തെ കൾച്ചറൽ ട്രഡീഷൻസും പിന്നെ രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങളല്ല ഇതിന് കാരണമായിരുന്നു. വാട്ട് ആർ ദ ഡിസ്കോഴ്സസ് പ്രിറ്റൈനിങ് ടു ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദിസ് ഇന്ററാക്ഷൻ? എന്തൊക്കെ ഡിസ്കോഴ്സസ് ആണ് ഈ ഒരു ഇന്ററാക്ഷനിൽ വെച്ചാൽ, ഒന്ന് ഇന്തോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഇന്ത്യൻ കൾച്ചറിലും ഇന്ത്യൻ സിവിലൈസേഷനിൽ എംഫസിസ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു പെർസ്പെക്റ്റീവ് വരും. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യൻ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. സൗത്ത് ഏഷ്യൻ സൊസൈറ്റികളുടെ ഒരു ഷേപ്പിംഗ് പോലെ സൊസൈറ്റിന്റെ ഭാഗത്തുള്ള ഒരു പെർസ്പെക്റ്റീവ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 9th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് വിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഹിസ്റ്റോറിക്കലായ മിഡീവൽ പീരീഡിലെ കാര്യങ്ങൾ ഇന്ത്യയായിട്ട് ഇന്റർകണക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളൊരു പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. സോ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാണ്, 10th യൂണിറ്റ്, അഗ്രികൾച്ചറൽ ലാൻഡ് ലോഡ് പെസൻസ് ആൻഡ് ട്രൈബൽസ്, ദ ഫ്യൂഡലിസം ഡിബേറ്റ്.
ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു 10th യൂണിറ്റ് പറയുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് ഫ്യൂഡലിസം, എന്താണ് ജന്മിത്തം എന്നുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു ജന്മിത്തം എന്ന് പറയുമ്പോൾ ഒരു സോഷ്യോ എക്കണോമിക് സിസ്റ്റം, അതായത് ഒരു ഹൈറാർക്കൽ ഓർഡറിൽ ഭൂമി ഇന്ന ആള് വെക്കുക, ജന്മി കുടിയാൻ എന്നൊക്കെ നമ്മളെ നാട്ടിലെ പെസൻസ് തൊഴിലാളികൾ ഇന്ന ഭൂമിയിൽ തൊഴിൽ ചെയ്യുക, ആ ഒരു രീതി. പക്ഷെ മിഡീവൽ യൂറോപ്പിൽ നിന്ന് ഉയർന്നു വന്ന ഫ്യൂഡലിസത്തിൽ നിന്ന് ചെറിയതല്ല, ഒരു 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 സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളൂ. പക്ഷെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഫ്യൂഡലിസത്തിന്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ അഗ്രേറിയൻ എക്കോണമി വിച്ച് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഏർലി മിഡീവൽ പീരിയഡ് വിച്ച് ഫോം ദ ബേസിസ് ഓഫ് ദ ഇന്ത്യൻ ഫ്യൂഡലിസം തിയറി. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇന്ത്യൻ കാർഷിക രംഗത്ത് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ മിഡീവൽ പീരിയഡിൽ ഇന്ത്യൻ ഫ്യൂഡലിസം തിയറി ഫോം ചെയ്യുന്നത് വേണ്ടി ഒരു പോയിന്റ് ആണ് ഇത്, രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മെയിൻ ആയിട്ട് ഈ ഹൈറാർക്കൽ ലാൻഡ് ഓണർഷിപ്പ്, ഈ ഭൂമി കൈവശം വെക്കുന്നതിനുള്ള ഒരു ഹൈറാർക്കൽ ഓർഡർ, പിന്നെ ഈ അഗ്രേറിയൻ ഇക്കോണമി, കൃഷിയിൽ ഊന്നിയിട്ടുള്ള ഇക്കോണമിന്റെ കാര്യങ്ങള്, പിന്നെ ഈ ഭൂമി വീതം വെച്ചിരുന്നത്. രജപുത്സിന്റെ പാഠത്തിൽ നമ്മൾ പഠിക്കും, ജാഗിർദാർസ് എന്നാണ് ഭൂമി ലാൻഡ് ഓണേഴ്സിനെ പറയുന്നത്, ജാഗിർസ് ആണ് എന്തുണ്ടായിരുന്നത്, ലാൻഡ് കിട്ടിയ ആളുകളെ. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ, അതായത് ബ്രാഹ്മിൺസിനും അതേമാതിരി യോദ്ധാക്കന്മാർക്കും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഭൂമി എക്സ്ചേഞ്ച് ആയി കൊടുത്തിരുന്നു. അവരുടെ രാഷ്ട്രത്തോടുള്ള സേവനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഭൂമി പകരം രാജാവ് കൊടുത്തിരുന്നു. അപ്പൊ ഈ വക കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു ഇത്തരം കീവേഡ്സിന്റെ ഒരു മെയിൻ ഡിസ്കഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ. അതായത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി വിച്ച് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അഗ്രേറിയൻ ഇക്കോണമി എക്സിസ്റ്റ് ചെയ്തു ഏർലി മിഡിൽ പീരിയഡിൽ. ബേസ് ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എക്സിസ്റ്റ്. പിന്നെ ട്രേഡ് കൊമേഴ്സ് ആൻഡ് അർബൻ ഡീകേ ഇൻ ഏർലി മീഡിയവൽ ഇന്ത്യ, ഹൗ സച്ച് പ്രോസസ്സസ് കെയിം ടു ബി റിലേറ്റഡ് ടു ദ ഫ്യൂഡലിസം. അതായത് വ്യാപാരവും വാണിജ്യവും അതേപോലെ നഗരവൽക്കരണം എന്ത് ചെയ്തു, ശോഷിക്കാൻ തുടങ്ങി ഏർലി മീഡിയവൽ ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത്. പക്ഷെ പൂർണ്ണമായി ശോഷിച്ചു എന്ന് പറയുന്നില്ല, തയ്ച്ചു വളർന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ മേജറായിട്ട് ശോഷിച്ചു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണ് ഉള്ളത്. പിന്നെ ഈ ഒരു പ്രോസസ്സുകളെല്ലാം, ഈ ട്രേഡിന്റെയും വാണിജ്യത്തിനും വ്യവസായത്തിന്റെയും പ്രോസസ്സൊക്കെ എങ്ങനെ ഫ്യൂഡലിസവുമായിട്ട് കണക്ട് ആയി നിന്നു എന്നുള്ളൊരു കാര്യമാണ് ഉണ്ടായത്. അപ്പോ രണ്ട് ഇതാണ്, ഒന്ന് ഡിക്ലൈൻ ഓഫ് അർബൻ സെന്റേഴ്സിന്റെ ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അത് കാരണം എന്താ വെച്ചാൽ ഫ്യൂഡലിസം അതായത് ഈ ഫ്യൂഡലിസം നയിക്കുന്ന ഒരു സാമ്പത്തിക ഘടനയായപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, നഗരങ്ങളിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്തു, ഗ്രാമങ്ങളിലേക്ക് എന്ത് ചെയ്തു, അതായത് ഇക്കണോമിക് സെന്റേഴ്സ് കേന്ദ്രീകരിച്ചു. അപ്പോ ഈ എല്ലാ ഇക്കോണമി മൊത്തം ട്രേഡിൽ നിന്ന് മാറി അഗ്രികൾച്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ആയി, ഗ്രാമങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ആയി, ആ ഒരു വിഷയം. പിന്നെ ട്രേഡിന്റെ ദീർഘദൂര ട്രേഡ് എന്ത് ചെയ്തു, കടൽ മാർഗം വഴിയൊക്കെ വ്യാപിപ്പിച്ച മൂലം കരയിലൂടെയുള്ള ദീർഘദൂര ട്രെയിനിന്റെ ചെറിയ രീതിയിലുള്ള ഡിക്ലൈനും, പിന്നെ ഈ എന്താ പറയുക ഫ്യൂഡൽ ഹയറാർക്കി എന്ത് ചെയ്തിരുന്നു, ഈ ട്രേഡേഴ്സിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. പിന്നെ അടുത്തത് ഫ്യൂഡലിസം ഡിബേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫ്യൂഡലിസം എങ്ങനെയാണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങള്, അതായത് ഏതൊക്കെ അതിന്റെ ഫ്രെയിം വർക്ക് എങ്ങനെ, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. സോ നെക്സ്റ്റ് യൂണിറ്റില് പോവാണ്. യൂണിറ്റ് 11 കാസ്റ്റ് ജെൻഡർ ആൻഡ് പ്രൊഫഷൻസ്. കാസ്റ്റ് ജെൻഡർ ആൻഡ് പ്രൊഫഷൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് വൺ, വേരിയസ് ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദാറ്റ് പീരിയഡ്. ഏതൊക്കെ തരത്തിലുള്ള സാഹിത്യപരമായും ആർക്കിയോളജിക്കലായ സോഴ്സസ് ആണ് ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ ഹിസ്റ്ററി പഠിക്കുന്നത് ആ കാലത്ത് നമുക്ക് ഇല്ലത് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളാണ്. പഴയ പുരാണങ്ങളും അതേപോലെ തന്നെ ചരിത്രപരമായ വംശാവലികളൊക്കെ എന്ത് ചെയ്തിരുന്നു, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സോഷ്യൽ ഓർഡറിനെ പറ്റിയും റിച്വൽസിനെ പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്തിരുന്നു, നമുക്കൊരു നല്ല രീതിയിലുള്ള ഐഡിയ നൽകിയിരുന്നു. പിന്നെ റീജിയണൽ ലാംഗ്വേജസ്, അന്നത്തെ നാട്ടുരാജ്യങ്ങളിലും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന ചില റീജിയണൽ ലാംഗ്വേജസിന് അന്നത്തെ ജനങ്ങളെ ലീവിങ് ചുറ്റുപാട്, ജീവിത ചുറ്റുപാട്, സാധാരണക്കാരുടെ ജീവിത ചുറ്റുപാടെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ വിദേശ യാത്രികരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവരുടെ കുറിപ്പുകളിൽ നിന്നൊക്കെ ഈ ഇബ്നു ബത്തൂത്ത, അറബ് ചൈനീസ് ഷീജാങ് പോലത്തെ ചൈനീസ് യാത്രികരുണ്ടായിരുന്നു. അവരുടെ ഇതിന്നൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു,
മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതാണ് ഒരു ലിറ്റററി സാഹിത്യപരമായ സോഴ്സ്. ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസ് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇൻസ്ക്രിപ്ഷൻസ്, വംശാവലി, ഈ ഒരു ലിഖിതങ്ങൾ, ഈ ലിഖിതങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു, ഓരോ രാജാവിനെ പറ്റി പ്രശംസിച്ച് എഴുതിയിരുന്ന ലിഖിതങ്ങളിൽ നിന്നൊക്കെ ആ രാജാവ് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു സോഷ്യൽ ഓർഡർ എങ്ങനെ മനസ്സിലായി. പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന പഴയ മണ്ണിന്റെ പാത്രങ്ങൾ, അതേമാതിരി കോയിൻസ്, ആയുധങ്ങൾ കിട്ടലുണ്ട്, അവർ യൂസ് ചെയ്തിരുന്ന ആർക്കിടെക്ചറിന്റെ റിമെയിൻസ് ഇപ്പോഴും ഉണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ അന്നത്തെ ഇക്കണോമിക് ആക്ടിവിറ്റീസിന്റെയും ടെക്നോളജിയും സെറ്റിൽമെന്റ്സിനൊക്കെ കുറിച്ച് വലിയൊരു ഐഡിയ തരുന്നിരുന്നു എന്നാണ്. പിന്നെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ് ഓഫ് ദാറ്റ് പീരീഡ്, ആ ഒരു മധ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എന്തായിരുന്നു എന്നുള്ളത്. അതായത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എടുത്തു പറയേണ്ടത് കാസ്റ്റ് സിസ്റ്റം തന്നെയാണ്. ഒരു കാസ്റ്റ് സൊസൈറ്റി, കാസ്റ്റ് ഒരു റിജിഡ് ഇടുങ്ങിയ ഹയറാർക്കിയൽ സ്ട്രക്ചറിലുള്ള ഒരു കാസ്റ്റ് സൊസൈറ്റി ആണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് കഴിഞ്ഞ യൂണിറ്റിൽ റൂറൽ ഡോമിനൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഓരോ സിറ്റീസ് അന്നും ഉണ്ട്, അതായത് ഓരോ പ്രധാനപ്പെട്ട സിറ്റികളും വളർന്നിരുന്നു എന്നൊരു പോയിന്റ് ഉണ്ട്. കാരണം ട്രേഡ് സെന്റേഴ്സ് ആയിരുന്ന സ്ഥലത്ത് ട്രേഡേഴ്സ് വരുന്നതും ട്രേഡും പാത്തിലുണ്ടായിരുന്ന മേജർ സിറ്റീസ് ഒക്കെ ഫോം ചെയ്ത് വലിയ രീതിയിൽ സിറ്റീസ് വളരെങ്കിലും അഗ്രേറിയൻ ഇക്കോണമി ഫോക്കസ് ആയി ഫ്യൂഡലിസത്തിൽ ഊന്നിയ ഒരു ജന്മിത്ത സിസ്റ്റത്തിൽ വന്നപ്പോൾ ഈ നഗരങ്ങൾ മാറി എന്ത് ചെയ്തു, എല്ലാം റൂറൽ ഏരിയയിൽ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവണം എന്ത് ചെയ്തു, റൂറൽ ഏരിയകളിലേക്ക് മാറി പോവാണ് ഉണ്ടായത്. ആ ഒരു പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു പാട്രോണിക് സിസ്റ്റം, അമ്പലങ്ങളും ബ്രാഹ്മിൺസും ഇവര് തമ്മിലും രാജാവുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രീതിപ്പെടുത്തുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു സംഭവങ്ങൾ ഇതിൽ ഡിസ്കസ്, ഈ ഒരു പോയിന്റിൽ സോഷ്യൽ ഫീച്ചേഴ്സിൽ വന്നാണ്. അതുപോലെ തന്നെ റീജിയണൽ വേരിയേഷൻ, ഓരോ റീജിയനിലും ഓരോ രീതിയിലുള്ള ഒരു സോഷ്യൽ ലൈഫ് ആയിരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഈ 2 പോയിന്റേ പറഞ്ഞുള്ളൂ, ഒന്ന് ഫാസ്റ്റ് ആകട്ടെ, ടൈം കുറവാണ്. അപ്പോ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇന്റർ റിലേഷൻസ് വ്യത്യസ്തമായ സോഷ്യൽ ഗ്രൂപ്പ്സും അവർ തമ്മിലുള്ള റിലേഷൻസും ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതും ഈ ഒരു കാസ്റ്റ് ആണ്. ബ്രാഹ്മിൺസ് പറയുമ്പോൾ റിലീജിയസ് ടീച്ചേഴ്സ് ആയിരുന്നു, സോഷ്യൽ ഹയറാർക്കിക്കൽ ഹയർ സ്ട്രക്ചർ വന്നിരുന്നായിരുന്നു, സോഷ്യൽ ലൈഫിലും അതേപോലെ തന്നെ റിലീജിയസിലും വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളായിരുന്നു. ഇവരെങ്ങനെ ക്ഷത്രിയാസ്, റൂളിംഗ് ക്ലാസ് എങ്ങനെയാണ്, രാജാക്കന്മാർ വരുന്നത് ക്ഷത്രിയാസ് ആണ്. പിന്നെ വൈശ്യാസ്, ട്രേഡേഴ്സ്, ശൂദ്രാസ്, പോപ്പുലേഷൻ, അഗ്രികൾച്ചർ അതർ വർക്കും ചെയ്തിരുന്നു. പിന്നെ അൺടച്ചബിൾസ്, കാസ്റ്റിന് പുറത്തുള്ള ആളുകൾ, മറ്റു മെർച്ചൻസ്, ആർട്ടിസൻസ് വരുന്ന ഗ്രൂപ്പ്, ഇത്തരത്തിലുള്ള വ്യത്യസ്ത സോഷ്യൽ ഗ്രൂപ്പും അവർ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്ന ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി ഇൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ജെൻഡർ റിലേഷൻസ്. അപ്പോ സോഷ്യൽ സ്ട്രക്ചറിന്റെ അതേപോലെ എലമെന്റ്സ് ഓഫ് ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി, ഏതൊക്കെ എലമെന്റ്സ് ആണ് മാറ്റത്തിനും തുടർച്ചക്കും ഈ സാമൂഹിക ചുറ്റുപാടിനും ജെൻഡർ റിലേഷൻസിനും ഒക്കെ ഈ കാലഘട്ടത്തിൽ സ്വാധീനിച്ചു എന്നുള്ളൊരു പോയിന്റ്. അത് ഒന്ന് ആ ഒരു ടോപ്പിക്കിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് റീജിയണൽ വേരിയേഷൻസ്, ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള വേരിയേഷൻസ്, എമർജൻസ് ഓഫ് ന്യൂ ഗ്രൂപ്പ്സ്, മെർച്ചൻസിന്റെ പുതിയ ഗ്രൂപ്പ്സ് ഉയർന്നു വരിക, പ്രോപ്പർട്ടിക്ക് മേലുള്ള അധികാരം, അതേമാതിരി അങ്ങനത്തെ ഒരു പുതിയ ഗ്രൂപ്പ്സിന് ഉയർന്നു വരിക. പിന്നെ സ്വാഭാവികമായിട്ട് വുമന്റെ പൊസിഷനിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ ഇതിനെ ബാധിച്ച് വലിയൊരു കാര്യമാണ്. പിന്നെ തുടർച്ചയ്ക്ക് എന്താ വെച്ചാൽ കാസ്റ്റ്, ഇത് തുടർന്ന് പോകാൻ കാരണം കാസ്റ്റ് സിസ്റ്റം തന്നെയാണ്. സ്ട്രക്ചേർഡ് ആയ ഒരു ഹയറാർക്കിയൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായതാണ് ഈ ഒരു കണ്ടിന്യൂറ്റിക്ക് കാരണം. ചേഞ്ച് വരുന്നത് ഈ വുമന്റെ ഒരു കേസസ് വരുമ്പോൾ കാര്യങ്ങളൊക്കെ. പിന്നെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ബാധിച്ച കാര്യങ്ങൾ, റോൾ ഓഫ് ഡിഫറെന്റ് ഏജൻസീസ് ഓർ ഫാക്ടേഴ്സ് ഇൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഏതൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ ബാധിച്ച ഏജൻസീസും കാര്യങ്ങളും. അത് പൊളിറ്റിക്കൽ ചേഞ്ചസ്, രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ, വലിയ വലിയ ഡൈനാസ്റ്റികളുടെ ഫാളും റേസും ഒക്കെ എന്ത് ചെയ്തിരുന്നു, സോഷ്യൽ ഫാക്ടേഴ്സ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ മാറ്റിയിരുന്നു. ഇക്കണോമിക് ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ, ഊന്നൽ, ട്രേഡ്, അതേപോലെ നഗരവൽക്കരണം, ഇതെല്ലാം സോഷ്യൽ ലൈഫിനെ ബാധിച്ചു. പിന്നെ റിലീജിയസ് പരമായ കാര്യം, ബുദ്ധിസം, ഇസ്ലാമിന്റെ വരവ്, പിന്നെ ഹിന്ദുസ്, ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുക, അതൊക്കെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്ത ഓരോ പോയിന്റ്സ് ആണ്. പിന്നെ റിലീജിയസ് മൂവ്മെന്റ്സ്, അതായത് നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതിന്റെ സ്പ്രെഡും കാര്യങ്ങളൊക്കെ. പിന്നെ പുതിയ പുതിയ ടെക്നോളജീസ് വന്നു, അഗ്രികൾച്ചറിലാണെങ്കിലും ക്രാഫ്റ്റിലാണെങ്കിലും വാർഫെയറിൽ പുതിയ ആയുധങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേമാതിരി ഈ നെയ്ത്തിനൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നെയ്ത്തിനൊക്കെ പുതിയ മെഷീനറീസിന്റെ ചെറിയ ചെറിയ ടെക്നോളജിക്കലായ അഡ്വാൻസ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ ഇത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്തത് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഇക്കോണമി, പൊളിറ്റി ആൻഡ് കൾച്ചറൽ കറസ്പോണ്ടിങ് ടു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. എന്തൊക്കെ ട്രെൻഡ്സ് ആണ് ഉണ്ടായിരുന്നത് ഇക്കോണമി, പൊളിറ്റിക്കൽ, കൾച്ചറൽ, സാമൂഹിക മാറ്റങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇതന്നെ അഗ്രേറിയൻ ഇക്കോണമി,
കൃഷിയിൽ ഊന്നിയിട്ടുള്ള എക്കണോമി ആയിരുന്നു. പിന്നെ ഈ ലാൻഡ് ഗ്രാൻസ് ഭൂമി നൽകലി കമാൻഡേഴ്സ് യോദ്ധാക്കൾക്ക് അതുപോലെ ബ്രാഹ്മിൺസിനുണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക് കിങ്ഡംസ് രാജവംശങ്ങളായിരുന്നു. ചിലരുടെ രാജവംശം ഡിക്ലൈൻ ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും, റേസിനനുസരിച്ച് പുതിയ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. പിന്നെ കൾച്ചർ പറയുന്നത് ഈ ഇതിന്റെ ഒക്കെ ഒരു ബ്ലെൻഡ് ആയിരുന്നു കൾച്ചർ പറയുന്നത്. ഈ റീജിയണലിസവും ഈ ട്രഡീഷനും ഒക്കെ പാടെ കൂടി ഈ ഒരു കാര്യങ്ങളാണ് ഈ യൂണിറ്റ് 11 നമ്മൾ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് യൂണിറ്റ് 12 യൂണിറ്റ് 12 ട്രേഡ് റൂട്ട്സ് ആൻഡ് മാരിടൈം ട്രേഡ്. അപ്പോ ഒരു ട്രേഡിനെ പറ്റിയിട്ടാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ട്രേഡിന്റെ റൂട്ട്സ്, അതേമാതിരി തന്നെ കടൽ മാർഗം വഴിയുള്ള ട്രേഡ്. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തു, ഈ അർബൻ ഡിക്ലൈൻ. അതായത് ഈ അർബൻ ഡിക്ലൈനിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത് പറയുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് എന്ത് ചെയ്തു, റോമൻ എംപയറിന്റെ ഫാളിന് ശേഷം ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ എന്ത് ചെയ്തിരുന്നു, ഈ ട്രേഡ് റൂട്ട്സിനെ സ്വാധീനിച്ചു. അപ്പോൾ ആ ഒരു സഞ്ചാര പാതകളിൽ ഉണ്ടായിരുന്ന വലിയ വലിയ നഗരങ്ങളെ എന്ത് ചെയ്തു, അത് ബാധിച്ചു. രണ്ടാമത്തെ ഇൻവേഷൻസ്, ഈ ഒരു നാടോടി ഗ്രൂപ്പുകൾ, തുർക്കികൾ അതേപോലെ അറബ്സ് ഇൻവേഷൻ ഒക്കെ എന്ത് ചെയ്തു, വലിയ രീതിയിൽ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു അർബൻ സെന്റേഴ്സിൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമായിരുന്നു. അപ്പൊ ഈ ഒരു അർബൻ സെന്റേഴ്സ്, ഈ നൊമാഡിക് ഗ്രൂപ്പ്സ്, ഇവര് വലിയ രീതിയിൽ അർബൻ സെന്റേഴ്സ് ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമായിരുന്നു. അപ്പൊ ഇതും എന്താണ്, ഒരു അർബൻ ഡിക്ലൈനിന് ഒരു മേജർ റീസൺ ആണ്. പിന്നെ മറ്റൊരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് വില്ലേജസ് സെൽഫ് സഫീഷ്യന്റ് ആയി. വില്ലേജസ് എന്ത് ചെയ്തു, സെൽഫ് സഫീഷ്യന്റ് ആയി. വളരെ വലിയ ഗ്രോത്ത് കൊണ്ടും അഗ്രേറിയൻ ഇക്കോണമി കൊണ്ടും സെൽഫ് സഫീഷ്യന്റ് ആയി. ഈ ഒരു കാരണം എന്താണ്, അർബൻ സെന്റേഴ്സിന്റെ ഡിക്ലൈനിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂഡലിസത്തിന്റെ ഫ്യൂഡലിസം ജന്മിത്വത്തിൽ ഊന്നിയിട്ടുള്ള ഒരു എക്കോണമി ആയപ്പോൾ എന്ത് ചെയ്തിരുന്നു, അതും വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ട്രേഡ് അർബനൈസേഷൻ, അർബൻ സിറ്റികളെ ഫോം ചെയ്യുന്നതിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ അർബൻ ഡിക്കന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ അർബൻ ഡിക്കന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ കണ്ടിന്യൂറ്റി ഇൻ ട്രേഡിലുള്ള കണ്ടിന്യൂറ്റി എന്ത് ചെയ്തിരുന്നു, അതിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു, റോമിന്റെ സാമ്രാജ്യം തകർന്നത് കൊണ്ട് എന്ത് ചെയ്തു, അർബൻ സെന്റേഴ്സിലൊക്കെ ഒരു ട്രേഡിലൊരു വളരെ രീതിയിലൊരു കുറവ് വന്നു. എങ്കിലും ട്രേഡ് റൂട്ടുകൾ എന്ത് ചെയ്തിരുന്നു, സജീവമായിരുന്നു. അപ്പോ ആ ഒരു അർബൻ സെന്റേഴ്സ് തഴച്ചു വളർന്നിരുന്നു. അവിടെ അതിന്റെ ഡിക്കേ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ആർഗ്യുമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിലനിൽക്കുന്നുണ്ട്. എമർജൻസ് ഓഫ് ന്യൂ അർബൻ സെന്റേഴ്സ്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത കണ്ണൂജ് ഒരു മേജർ സെന്ററായി മാറി. അങ്ങനെ പുതിയ അർബൻ സെന്റേഴ്സ്. പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തഞ്ചാവൂര്, അതേപോലെ തന്നെ കല്യാണി പോലത്തെ പോർട്ട് സിറ്റീസും, ഇതൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്തു, അർബൻ സെന്റേഴ്സിനെ ഗ്രോത്തിന് വലിയ രീതിയിൽ ബാധിച്ചു. പിന്നെ വേറെ പ്രധാനപ്പെട്ട മറ്റൊരു അഗെയിൻസ്റ്റ് ആയിട്ട്, അർബനൈസേഷൻ ഡിക്ലൈന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ടെമ്പിൾ ടൗൺസ് ആണ്. ടെമ്പിളുകൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ആ ഒരു ടൗൺസിന് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇക്കണോമിക്കലും അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബായി മാറിയിരുന്നു. പിന്നെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനും എന്ത് ചെയ്തിരുന്നു, ചെറിയ രീതിയിൽ ഈ അർബൻ, അതായത് പുതിയൊരു മെർക്കൻഡൈസ് കമ്മ്യൂണിറ്റി ക്രാഫ്റ്റ്മെൻസ് ഒക്കെ എമർജ് ചെയ്ത് വന്നത് മൂലം ഈ ഒരു അർബനൈസേഷൻ എന്ത് ചെയ്തിരുന്നു, ഫ്ലറിഷ് ചെയ്തു എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ഡിക്ലൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അഗേൻസ്റ്റുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, ട്രേഡ് ആൻഡ് ട്രേഡ് റൂട്ട്സ് ഇൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ട്രേഡ് റൂട്ട്സും. നോർത്ത് ഇന്ത്യയിലെ ട്രേഡ് റൂട്ട്സ് പറയുമ്പോൾ നമുക്കറിയാം, കന്നൗജ് ഒരു മെയിൻ ഹബ്ബായിരുന്നു. അപ്പൊ കന്നൗജ് ആയിരുന്നു സെൻട്രൽ ഏഷ്യൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യൻ സബ് കോണ്ടിനൊക്കെ മൊത്തം ബന്ധിപ്പിക്കുന്ന, സിന്ധ് അവിടുന്ന് ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ ഒരു ഹബ്ബായിരുന്നു. അപ്പൊ അതൊരു മേജർ ട്രേഡ്. അതുപോലെ തന്നെ ഗംഗ യമുന വാട്ടർ വേസിന്റെ ട്രേഡുകൾ അന്ന് വളരെ സജീവമായിരുന്നു. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മേജറായിട്ട് പോർട്ട് സിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. അത് ഓരോ സൗത്ത് ഇന്ത്യൻ പോർട്ട് സിറ്റീസിന്റെ കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെക്കാൻ റീജിയനിലും വളരെ വലിയ രീതിയിൽ ട്രേഡുകൾ നടന്നിരുന്നു എന്നാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് കമ്മോഡിറ്റി, ഒന്നുകൂടി കമ്മോഡിറ്റിന്റെ വേരിയൻസ് കൂടി. അതായത് ടെക്സ്റ്റൈൽസും സ്പൈസസും മെറ്റൽസും ഒക്കെ വന്നു. അതേപോലെ തന്നെ ഈ ആനിമൽ ട്രേഡ് വന്നു. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വലിയ രീതിയിൽ എന്താ പറയാ, ട്രേഡ് റൂട്ട്സ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ രൂപീകരിച്ച സംഭവങ്ങളും കാര്യങ്ങളും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ലോങ് ഡിസ്റ്റൻസ് മാരിടൈം ലിങ്കേജ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പോർട്ട് ഓവർസീസ്. അതായത് ദൂര
കടൽ മാർഗം വഴിയുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ. അപ്പോൾ ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് എന്ത് ചെയ്തിരുന്നു, ഇന്ത്യൻ കൾച്ചറും ഇതും സ്പ്രെഡ് ചെയ്തു നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മാരിടൈം വേ ഉണ്ടാവും. സൗത്ത് ഈസ്റ്റ് ഏഷ്യനെയും അതേമാതിരി ഇന്ത്യൻ സബ് കോണ്ടിനെന്റെയും കണക്ട് ചെയ്യുന്ന ഒരു സീ വേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഓഷ്യനിലെ ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നു. ഈസ്റ്റ് ആഫ്രിക്കയിലേക്കും എന്തുണ്ട്, എവിഡൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്, ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 12th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ്, യൂണിറ്റ് 13, മെർച്ചന്റ് ഗിൽഡ്സ് ആൻഡ് അർബനൈസേഷൻ ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. ഈ ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ, മെർച്ചന്റ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ്സ്മാൻമാര്, അതേപോലെ തന്നെ മെർച്ചന്റ്സിന്റെ ഒരു ന്യൂ കമ്മ്യൂണിറ്റി. അവർക്ക് കൺസിഡറബിളി ഒരു പവർ ഇല്ലേ, അഡ്മിനിസ്ട്രേഷനിലും അധികാരത്തിലും പവർ ചെലുത്താൻ പറ്റുന്ന ഒരു എലൈറ്റ് എന്ന് പറയാൻ പറ്റൂല, അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഗിൽഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് എമർജൻസ് ഓഫ് അർബൻ സെന്റേഴ്സ് ഇൻ പീരിയഡ് ബിറ്റ്വീൻ 16 കോമൺ ഇറ ടു 1000 കോമൺ ഇറ. 600 കോമൺ ഇറ മുതൽ 1000 കോമൺ ഇറ വരെ അർബൻ സെന്റേഴ്സിന്റെ എക്സിസ്റ്റൻസ്, അത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആയിരുന്നു അതിന് മെയിൻ റീസൺ. ഒരു പൊളിറ്റിക്കൽ റെജീം രൂപീകരിച്ച ഒരു എംപറർ ഒരുപാട് കാലം റൂൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ സിറ്റീസും അതിനോട് ബന്ധപ്പെട്ട അർബൻ സിറ്റീസും വളരെ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ടാക്സേഷനും കാര്യങ്ങൾക്ക് വേണ്ടി ട്രേഡ് കോമേഴ്സും കാര്യങ്ങളുടെ വഴികളും പോർട്സ് ഈ കൊമേഴ്ഷ്യൽ ഹബ്ബായി മാറിയിരുന്നു സിറ്റീസ് ലൊക്കേറ്റ് ചെയ്തിരുന്ന ഈ സ്ഥലങ്ങൾ, മേജർ റൂട്ട്സ്, അതേമാതിരി പോർട്ടിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ ഇതിൽ ലിങ്കേജ് ചെയ്ത് ഒരു ബന്ധമുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്തിരുന്നു, ഈ അർബൻ സിറ്റീസ് ഉയർന്നു വരുന്നതിന് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ സഹായകമായി എന്ന് പറയാം. അതുപോലെ തന്നെ റിലീജിയസ് സെന്റേഴ്സ് എടുത്തു പറയേണ്ടതാണ്. ഈ ബുദ്ധിസത്തിന്റെ ഹിന്ദുയിസത്തിന്റെ ഒക്കെ ഒരു ഗ്രോത്ത്, അതുപോലെ തന്നെ ഈ ആ ഒരു റിലീജിയസ് പിലിഗ്രിമേജ് തീർത്ഥാടന സ്ഥലങ്ങൾ എന്ത് ചെയ്തിരുന്നു സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായി മാറും. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന കിങ്സും കിങ്ഡംസും അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന പ്രൊവിൻസസും പ്ലേസസും ഒക്കെ എന്ത് ചെയ്യുന്നു, അർബൻ സെന്റേഴ്സ് ആയിട്ട് വളർന്നു. ഇൻ വാട്ട് വേസ് ദ അർബനൈസേഷൻ ഓഫ് ദ ഏർലി മിഡീവൽ പീരിയഡ് ഡിഫറെന്റ് ഫ്രം സെക്കൻഡ് അർബനൈസേഷൻ ഓഫ് ഗംഗ വാലി. ഏർലി മിഡീവൽ പീരിയഡും സെക്കൻഡ് അർബനൈസേഷൻ തമ്മിൽ വ്യത്യാസം. ഏർലി മിഡീവൽ പീരിയഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 600 ബിഫോർ കോമണറ ടു 300 കോമണറ വരെയുള്ള കാലത്താണ് ഏർലി മിഡീവൽ പീരിയഡ് എന്ന് പറയുന്നതും. പിന്നെ സെക്കൻഡ് അർബനൈസേഷനും ഈ ഗംഗ വാലിയിലെ എന്തൊക്കെ വ്യത്യാസം, ഒന്നാമത് പോപ്പുലേഷൻ, സ്കെയിൽ ഓഫ് പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു ഏർലിയില്. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്താ പറയാ ഒന്നുകൂടി റിജിഡ് ആയിരുന്നു ഏർലിയില്. രണ്ടാമത്തെ സെക്കൻഡ് ഫേസിൽ സോഷ്യൽ സ്ട്രക്ചർ റിജിഡ് നിന്ന് മാറി ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആയി, പോപ്പുലേഷൻ കൂടി. പിന്നെ മെയിൻലി റീജിയണൽ കിങ്സും സ്മാൾ കിങ്സും ആണ് ഏർലി പീരിയഡിൽ ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തിരുന്നു. പിന്നെ അതേപോലെ സെക്കൻഡ് അർബനൈസേഷൻ ഓഫ് ഗംഗ വാലി എന്ന് പറയുമ്പോൾ അവിടെ ലാർജ് പൊളിറ്റിക്കൽ കിങ്ഡംസും വന്നു, എംപറേഴ്സും വന്നു. അപ്പൊ ആ ഒരു കാര്യം ഈ ഒരു കാര്യങ്ങൾ ഇൻ വാട്ട് വേസ് അർബനൈസേഷൻ ഓഫ് ഏർലി മിഡീവൽ പീരിയഡ് ഡിഫറെന്റ് ഫ്രം പറഞ്ഞു ദ എമർജൻസ് ഓഫ് അർബനൈസേഷൻ ഇൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും എന്താ പറയാ അർബനൈസേഷൻ എമർജൻസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. ഈ പിലിഗ്രിമേജും ക്യാപിറ്റൽ സിറ്റീസും പൊളിറ്റിക്കലായ സംഭവങ്ങളൊക്കെ പാട് ഉൾപ്പെട്ടുകൊണ്ട് ഇപ്പോ അജ്മീർ, കന്നൂജ്, വാരണാസി പോലത്തെ സ്ഥലങ്ങളൊക്കെ വലിയ അർബൻ സെന്റേഴ്സ് ആയിരുന്നു നോർത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോർട്ട് സിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്ന. തഞ്ചാവൂർ, മധുര പോലത്തെ, കാഞ്ചീപുരം, മധുര ടെമ്പിൾ പോർട്ട് സിറ്റി അല്ല, ഒരു പിലിഗ്രിമേജ് സൈറ്റ് ആണ്. അങ്ങനത്തെ ഒരു പിന്നെ ചോള എംപേഴ്സിന്റെ പോർട്ട് സിറ്റീസും എന്ത് ചെയ്യുന്നു വലിയ രീതിയിൽ ഈ അർബനൈസേഷൻ ബാധിക്കുന്നതിൽ വലിയ രീതിയിൽ റോള് വഹിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് പോയിന്റ് മെർച്ചന്റ് ഗിൽഡ്സ് ഓഫ് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. പിന്നെ നമ്മൾ ഈ യൂണിറ്റിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ മെർച്ചന്റ് ഗിൽഡ്സിനെ പറ്റിയാണ്. അതായത് ഈ ഒരു ക്രാഫ്റ്റ്സ്മാൻമാരെയും അതേമാതിരി ന്യൂ ട്രേഡേഴ്സിന്റെയും കമ്മ്യൂണിറ്റി രൂപീകരിച്ചു വന്ന, അതായത് ഒരു കൺസിഡറബിളി പവർ ഇല്ല ഈ ഒരു മെർച്ചന്റ് ഗിൽഡ്. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ ഈ മെർച്ചന്റ് ഗിൽഡ്സിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, വളരെ രീതിയിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഏത് രീതിയിൽ നടത്തിയിരുന്നു, ഇക്കണോമിക് ലൈഫിൽ ഓർക്ക് സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ടായിരുന്നു ഓരോ റീജിയനിലും. ഈ വക കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. 14th യൂണിറ്റ് ഡെവലപ്മെന്റ് ഇൻ റിലീജിയൻ. അപ്പോ ടോട്ടൽ 17 യൂണിറ്റാ പറഞ്ഞു. 14th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഇൻ റിലീജിയൻ, മതപരമായ കാര്യങ്ങളിലുള്ള ഡെവലപ്മെന്റ്സ്. അപ്പൊ റിലീജിയസ് ജോഗ്രഫി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ഇന്ത്യ മിഡീവൽ പീരിയഡിൽ എന്തായിരുന്നു ബിലീഫ്, മെയിൻ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ബുദ്ധിസവും ഹിന്ദുയിസും ജൈനിസും, ഈ 3 മതങ്ങളായിരുന്നു ഇന്ത്യന്റെ ഏർലി മിഡീവൽ പീരിയഡിലുള്ള ഡോമിനന്റ് റിലീജിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫിസിക്കലായും കൾച്ചറലായും ജോഗ്രഫിക്കൽ ഇമ്പാക്ട്സും കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ എവിഡന്റ് ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എമർജൻസ് ആൻഡ് ഇന്റഗ്രേഷൻ വിത്ത് പൊളിറ്റിക്കൽ മിലിയു, ദ റോൾ ഓഫ് ടെമ്പിൾ. ഈ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ടെമ്പിൾ ഏത് രീതിയിലാണ്
ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായത് ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് എന്താ വെച്ചാൽ പിൽഗ്രിമേജ് സൈറ്റ്സ്, അതേപോലെ തന്നെ റിലീജിയസ് സെന്റേഴ്സ്, ടെമ്പിൾ ആർക്കിടെക്ചർ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ടെമ്പിൾ ഹൈലി കണക്റ്റഡ് ആണ് ഈ റിലീജിയനും പൊളിറ്റിയും തമ്മിൽ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ എക്കണോമിക് റോള്, ടെമ്പിൾസ് വഹിച്ചിരുന്ന വലിയൊരു എക്കണോമിക് റോള്, ടെമ്പിൾസിന് വരുന്ന കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും, അതേപോലെ തന്നെ സോഷ്യൽ ഫങ്ഷൻസ്, ടെമ്പിൾ കമ്മ്യൂണിറ്റി സ്പേസസ് ഫോർ എഡ്യൂക്കേഷൻ, വെൽഫെയർ മീൻസ് ഈ കാര്യങ്ങളിലൊക്കെ, ക്ഷേമ പരിപാടികളിലൊക്കെ ടെമ്പിൾസ് ആണ് കൂടുതൽ മുന്നോട്ട്. പിന്നെ റിലീജിയസ് ഫോക്കസ് ആയിരുന്നു, എല്ലാവരും ഹൈലി ഡിവോഷണൽ ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയിന്റ്. പിന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഐഡിയോളജി ഓഫ് ഭക്തി മെയിൻലി ഫ്രം 9th to 12th സെഞ്ചുറി. 9th to 12th സെഞ്ചുറിയുടെ ഭക്തി മൂവ്മെന്റിനെ പറ്റി എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെയാണ് അതിന്റെ കീ ഫീച്ചേഴ്സ്, ഈ ഭക്തി മൂവ്മെന്റിൽ കീ പ്രൊമിനന്റ് ഫിഗേഴ്സ് ഏതൊക്കെ ഫിഗേഴ്സ്, പിന്നെ സോഷ്യൽ ഈ ഭക്തി മൂവ്മെന്റ് സോഷ്യൽ റിഫോംസിനെയും അതുപോലെ തന്നെ വുമണിനെ ലോവർ കാസ്റ്റിനൊക്കെ എംപയർ ചെയ്യുന്നതിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭക്തി മൂവ്മെന്റിനെ ലിറ്റററി സാഹിത്യപരമായ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യയിൽ അത് 4th സെഞ്ചുറി ടു 6th സെഞ്ചുറി വരെയാണ് ഭക്തി മൂവ്മെന്റ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഏതൊക്കെ ഈ തമിഴ് ലിറ്ററേച്ചറിലുള്ള മാറ്റങ്ങള്, അന്നത്തെ ഭക്തി മൂവ്മെന്റ് കൊണ്ടുള്ള സോഷ്യൽ കണ്ടക്സ്റ്റ് എന്താണ്, ഈ കാര്യങ്ങൾ. ദ പോപ്പുലർ ഡിവോഷണൽ മൂവ്മെന്റ്സ് ഫ്രം 7th to 11th സെഞ്ചുറി. പ്രധാനപ്പെട്ട പോപ്പുലർ ഡിവോഷണൽ മൂവ്മെന്റ്സ് 7th to 11th സെഞ്ചുറിയിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. അതായത് റീജിയണൽ വേരിയേഷൻസ്, ഭക്തി ഞാൻ പറഞ്ഞില്ല, സൗത്ത് ഇന്ത്യയിൽ വേറെ നോർത്ത് ഇന്ത്യയിൽ വേറെ, ഇതിൽ ഈ റീജിയണൽ പരമായ എന്തൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, ലിംഗ്വിസ്റ്റിക് പരമായ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭക്തി സയൻസ് എന്ത് ചെയ്യുന്നു, ഫോക്സ് അതായത് നാടോടികളെ ഇന്റഗ്രേറ്റ് ചെയ്യണേലും ഈ ട്രഡീഷൻ കീപ്പ് ചെയ്യണേലും എങ്ങനെയാണ്, സൊസൈറ്റിയിലുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഈ മൂവ്മെന്റ്സ് സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, എന്തൊക്കെ പുരോഗമനമാണ് നൽകിയത്, ഈ വക കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. സോ 15th യൂണിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. യൂണിറ്റ് 15 നമ്മൾ എഡ്യൂക്കേഷൻ, ഇന്റലക്ച്വൽ ട്രഡീഷൻസ്, ഇന്ററാക്ഷൻ ആൻഡ് ഫിലോസഫി, ഇതാണ് 15th യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഹൗ ഡിഫറെന്റ് റീജൻസ് ഇൻ ഏർലി മിഡീവൽ പീരിയഡ് സച്ച് ആസ് കശ്മീർ, ബംഗാൾ, തമിഴ്നാട് എക്സെട്ര വർ എക്സ്പീരിയൻസിംഗ് ദ ഗ്രോത്ത് ഓഫ് കൾട്സ് ആൻഡ് സബ് കൾട്സ് ഓഫ് ഹിന്ദുയിസം ആൻഡ് എക്ട്രോസോഡിക്കൽ സെക്ട്സ്. അതായത് കശ്മീരിലും ബംഗാളിലും തമിഴ് അതായത് തമിഴ് പീപ്പിൾ റിസൈഡിങ് ഈ പ്രൊവിഷനിലൊക്കെ എന്തൊക്കെ കൾച്ചർ, അതായത് എന്തൊക്കെ മൂർത്തി, ഈ ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഒരു കൾട്ട് എന്താണ്, ഒരു പിന്നെ നമുക്കുള്ള ഒരു കൾട്ട് ഇതാണ്, നമ്മുടെ ഒരു ദേവി, നമ്മുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ അതുപോലെ എല്ലാ ഒരു ഹിന്ദുയിസത്തിന്റെയും സെക്ച്വൽസിലും വന്ന മാറ്റങ്ങളാണ്. കശ്മീരിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ കശ്മീർ പറഞ്ഞാൽ ഹിന്ദുയിസത്തിന്റെയും അതേപോലെ തന്നെ ബുദ്ധിസത്തിന്റെയും ഒരു ബ്ലെൻഡ് ആയിരുന്നു. ഷെയ്വിസം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസസ് ആണ് മെയിൻലി കശ്മീരിൽ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഷെയ്വിസത്തിന്റെ എന്താ പറയാ തന്ത്രപ്രധാനമായ താന്ത്രിക, അതേമാതിരി നിഗൂഢകൾ എന്ന് പറഞ്ഞ പ്രാക്ടീസസ് ഒക്കെയാണ്. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബംഗാളിന്റെ ആണെങ്കിൽ പാല ഡൈനാസ്റ്റിന്റെ അടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പാൽ ഡൈനാസ്റ്റിന്റെ അടിയിൽ ബുദ്ധിസം വളരെ രീതിയിൽ ഫ്ലറിഷ് ചെയ്തത്. ഹിന്ദു പ്രാക്ടീസസ് ഉണ്ടായിരുന്നു എങ്കിലും ബുദ്ധിസത്തിന്റെ വിജയരാണ എന്ന് പറയുന്ന ഒരു ബുദ്ധിസത്തിന്റെ പ്രാക്ടീസാണ് എസ്പെഷ്യലി അധികം പ്രാക്ടീസ് ചെയ്യുന്നത്. തമിഴകത്തിലേക്ക് വരുമ്പോൾ ഭക്തി മൂവ്മെന്റ്സും അതേമാതിരി ശൈവിസവും അതേമാതിരി വൈഷ്ണവിസവും ഒക്കെ എന്ത് ചെയ്തു വളരെ രീതിയിലുള്ള പോപ്പുലാരിറ്റി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശൈവിസം അതേ വൈഷ്ണവിസം ഈ തമിഴകം. അടുത്ത പോയിന്റ് റൈസ് ഓഫ് വിജയരാണ ബുദ്ധിസം ഡ്യൂറിംഗ് ദ പാല വിജയരായന ബുദ്ധിസം ഡ്യൂറിംഗ് ദ പാല റൂൾ ഇൻ ബംഗാൾ, തമിഴ് ഭക്തി ട്രഡീഷൻ സൗത്ത് ഇന്ത്യൻ ശൈവിസം ഇൻ കാശ്മീർ. ഇതിന്റെ റേസിനെ പറ്റി, അതായത് വിജയരാണ ബുദ്ധിസം ഇൻ ബംഗാളി ബുദ്ധിസം എങ്ങനെ ബംഗാളിൽ എമർജ് ചെയ്തു അതിനെ പറ്റി, അതേപോലെ തമിഴ് ഭക്തി ട്രഡീഷൻ തമിഴ്നാട്ടിൽ ഉണ്ടായ ഭക്തി ട്രഡീഷന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നും, അതേമാതിരി കാശ്മീരി ശൈവിസത്തിന്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയാണ്, അത് എന്തിന്റെ ഒക്കെ ഒരു എലമെന്റ്സ് ആണ്, വേദാന്ത, സമയ, യോഗ എന്നൊക്കെ പറഞ്ഞ പല എലമെന്റ്സ്. ഈ ഒരു കാര്യങ്ങളെ പറ്റി ഒന്നുകൂടി ഒരു ഡിവോഷണൽ നോളേജ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ വക കാര്യങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. ഹൗ എലമെന്റ്സ് ഓഫ് ശക്തിസം വർ അബ്സോർബ്ഡ് ഇൻ ടു ദ അതർ കൾച്ചർ ആൻഡ് പ്രാക്ടീസസ്. ഈ ഒരു ശക്തിസം അതായത് ഡിവൈനിങ് ഫെമിനൈൻ, അതായത് വെർഷിപ്പിംഗ് ഓഫ് ഡിവൈനിങ് ഫെമിനൈൻ, അതായത് ഈ സ്ത്രീ ഗോഡ്നെസസിനെ വെർഷിപ്പ് ചെയ്യുന്നതിന്റെ ഈ ഒരു
ശക്തിസം എന്ന് പറയുന്ന ഈ ഒരു ഇതെങ്ങനെ കൾച്ചറും പ്രാക്ടീസസിലേക്ക് ഇത് എത്തി. അപ്പൊ ഇന്റഗ്രേഷൻ വിത്ത് ശൈവനിസം, ഈ കൺസെപ്റ്റ് ശക്തി എന്ന് പറയുന്ന ശൈവനിസമായിട്ട് കൺസെപ്റ്റ് ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, വൈഷ്ണവിസമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, ഏകീകരിച്ചു വന്നു എന്നില്ല ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് തമിഴകം ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. അത് പല രീതിയിലുണ്ട്. തീനൈ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തെ പറ്റി, തമിഴ് പോയട്രി, സംഘം ലിറ്ററേച്ചർ, അതേപോലെ തന്നെ ഭക്തി മൂവ്മെന്റ്സ്, ഈ വക കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ്. പിന്നെ ഇപ്പൊ ഇവിടെ ഈ അടിയിലൊരു ഫോട്ടോ കൊടുത്ത് കാണാം, അത് ശങ്കരാചാര്യാണ്. നമ്മള് കേരളത്തിലെ കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോ ആ ഒരു ശങ്കരാചാര്യന്റെയും വൈഷ്ണവാചാര്യന്റെയും ഹിന്ദുയിസം റിവൈവൽ ചെയ്യുന്നതിലുള്ള അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. ശങ്കരാചാര്യ എന്ന് പറയുന്നത് അദ്ദേഹം പല ഉപനിഷത്തുകളിലും ഭഗവത്ഗീത ഹിന്ദുവിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ നൽകുന്നത് വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയാണ്. അതേമാതിരി ബ്രാഹ്മിൻസിന്റെ യൂണിറ്റി, അതേമാതിരി റിലീജിയസ് സിസ്റ്റം ഉണ്ടാക്കുന്നതിലൊക്കെ ശങ്കരാചാര്യ വലിയ രീതിയിൽ ബാധിച്ചു. ഈ വൈഷ്ണവാചാര്യ ശങ്കരാചാര്യ ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ്. നളന്ദനെ നമ്മളെ പറ്റി ഡിസ്കസ് ചെയ്യും. ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, നിലവിൽ ഇന്ത്യയിലെ ബീഹാറിൽ ഉണ്ടായിരുന്ന സെന്റേഴ്സ്, ബുദ്ധിസ്റ്റ് ലേണിംഗിന്റെ സെന്റേഴ്സ്, അതേമാതിരി മറ്റു മേഖല, അതേമാതിരി ടെമ്പിൾ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ടെമ്പിൾ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓറൽ ട്രഡീഷൻ, തലമുറകളായി വാമൊഴിയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വാമൊഴിയായി വന്നിരുന്ന ടീച്ചിങ്സും ദിശാബോധ ഗൈഡൻസ് നൽകൽ, ഈ ഗുരു ശിഷ്യ ബന്ധം, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഓറൽ ട്രഡീഷനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാം ലാസ്റ്റ് 16th യൂണിറ്റിൽ പോവാണ്, ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ, ഭാഷയും അതേപോലെ സാഹിത്യമാണ് ഈ യൂണിറ്റിൽ ഉള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഡിസെൻഡൻസ് ആഡ് ക്രെഡിറ്റ് ടു ക്വാളിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് വർക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ പീരിയഡ് അണ്ടർ റിവ്യൂ. ആ ഒരു ഏർലി മീഡിയവൽ പീരിയഡിൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിന്റെ ഒരു തഴിച്ചു വളരലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആൾസോ എന്തുണ്ട്, അതിന്റെ ഒരു ഡിക്ലൈൻ, അതിന്റെ ഒരു തകർച്ചയും ഒരു വശത്ത് ചെറിയ രീതിയിലുണ്ട്, ചില വർക്കുകൾ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിനെ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. കാരണം ചില റൈറ്റേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്തത് എന്താ വെച്ചാല് കണ്ടന്റ് മീനിങ്ങിൽ ഉപരി ആ ഒരു സ്റ്റൈലിസ്റ്റിക് സാൻസ്ക്രിറ്റിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് എന്താ ഈ കണ്ടന്റ് മീനിങ്ങിൽ എക്സ്പെൻസും കാര്യങ്ങളിലും അതായത് ആ ഒരു വളരെ വൈഡ് വെറൈറ്റി ആയ കണ്ടന്റുകൾ സാൻസ്ക്രിറ്റിൽ കവർ ചെയ്യാന്നുള്ളത് ഉപരി നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. ഇൻസ്ക്രിപ്ഷൻസ്, രാജാവിനെ പറ്റി ലിഖിതങ്ങൾ, അങ്ങനെ കുറഞ്ഞ വൈഡ് അല്ലാത്ത ഒരു ചെറിയ രീതിയിൽ കുറഞ്ഞ ആസ്പെക്ട്സ് മാത്രം ഫോക്കസ്ഡ് ആയതുകൊണ്ടുള്ളൊരു ഡ്രോബാക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇമിറ്റേഷൻ ആൻഡ് റെപ്പിറ്റേഷൻ, ടെൻഡൻസി ടുവാർഡ്സ് ഇമിറ്റേഷൻ ഓഫ് ഏർലി ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ഒരാൾ ചെയ്തൊരു കാര്യത്തെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് വീണ്ടും ചെയ്യുക, അത് ഇല്ല വർക്കുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു രാമായണം അല്ലെങ്കിൽ ഭഗവത്ഗീത അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് ഒരു സാൻസ്ക്രിറ്റ് വർക്ക് ഉണ്ടെങ്കിൽ അതന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക എന്നല്ലാതെ അതിന്റെ ഒരു വേർഷൻസ് പുതിയത് വന്നിട്ടുണ്ടെങ്കിലും വേറെ വേറെ വൈഡ് കണ്ടന്റുകൾ കവർ ചെയ്യുന്നതിലും, പിന്നെ അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലാംഗ്വേജിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ നോട്ടബിൾ സാൻസ്ക്രിറ്റ് വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. കാവ്യ, ലോ ബുക്സ്, സയന്റിഫിക് ട്രീറ്റീസ്, റിലീജിയസ് വർക്ക്സ്, അതായത് പോയട്രി വരുന്നുണ്ട്. പിന്നെ നിയമ ബുക്കുകൾ, മനുസ്മൃതി, നമുക്കറിയാം മനുസ്മൃതി പോലെ നിയമ ബുക്കുകൾ വരുന്നുണ്ട്. പിന്നെ സയന്റിഫിക് ശാസ്ത്രീയമായ ലിഖിതങ്ങൾ, അതായത് ശാസ്ത്രീയമായ എഴുത്തുകൾ വരുന്നുണ്ട്. അതായത് ആസ്ട്രോണമി, വാനശാസ്ത്രത്തെ പറ്റി, ഗണിതത്തെ പറ്റി, അതേമാതിരി ആയുർവേദ ഉൾപ്പെടുന്ന മെഡിക്കലിനെ പറ്റിയുള്ള ട്രീറ്റൈസീസ്, അതായത് എഴുത്തുകൾ വരുന്നുണ്ട്. പിന്നെ റിലീജിയസ് വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭക്തി ലിറ്ററേച്ചർ, പിന്നെ ഫിലോസഫിക്കൽ ആയിട്ട് തത്വശാസ്ത്രപരമായ ട്രീറ്റൈസ് വരുന്നുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജസിന്റെ ഗ്രോത്ത് ആണ് പറയുന്നത്, ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ. അതിന്റെ മുമ്പ് തന്നെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ നോർത്ത് ഇന്ത്യ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോർത്ത് ഇന്ത്യയിലെ റീജിയണൽ ലാംഗ്വേജസും ലിറ്ററേച്ചറും ഡെവലപ്പ് ചെയ്യണതിനെ ബാധിച്ചെന്ന് വെച്ചാൽ, ഒന്ന് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ, എന്ത് ചെയ്യാൻ രാഷ്ട്രീയമായ ഡീസെൻട്രലൈസേഷൻ നടക്കണം. അതായത് സാമ്രാജ്യത്വ ശക്തികളൊക്കെ മാറി പുതിയ പുതിയ റീജിയണൽ കിങ്ഡംസ് ഉയർന്നു വരിക. അപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ മാറ്റത്തിൽ നിന്ന് പുതിയ തദ്ദേശീയരായ ലാൻഡ് ലോർഡ്സ്, പിന്നീട് കിങ്സായി മാറി, അങ്ങനെ പുതിയ രാജഭരണങ്ങൾ ഉയർന്നു വരുന്നത് മൂലം എന്ത് ചെയ്തിരുന്നു, ഈ ഒരു റീജിയണൽ ലാംഗ്വേജസിന്റെ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ സോഷ്യൽ
ചേഞ്ചസ്, അതായത് സോഷ്യൽ ഗ്രൂപ്പ്, അതായത് ചില സോഷ്യൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ദെയർ ഓൺ എക്സ്പ്രഷൻസ്, ഓലെ ഭാഷ വേണം, അങ്ങനെ ദെയർ ഓൺ ലാംഗ്വേജസ് ഡിമാൻഡ് ചെയ്തിരുന്നു. അത് പിന്നെ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഈ ട്രേഡും കൊമേഴ്സും എത്രത്തോളം ബന്ധപ്പെട്ടിരുന്നു, അതൊക്കെ എന്ത് ചെയ്തിരുന്നു, ഭാഷയുടെ ഗ്രോത്തിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് ലിറ്ററേച്ചർ നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിൽ തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഇങ്ങനെയുള്ള ഓരോ 4 ഭാഷകൾ. അത് ഓരോ സംഘം ട്രഡീഷനിൽ നിന്നാണ് തമിഴ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. ഭക്തി, ഡിവോഷണൽ പോയം, ദൈവികമായ ഗാനങ്ങളും കവിതകൾ എഴുതുന്നത്. പിന്നെ കന്നഡ, ജെയിൻ, ഹിന്ദു ലിറ്ററേച്ചർ ആണ് അതിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. തെലുങ്ക് വരുമ്പോൾ തെലുങ്ക് ലിറ്ററേച്ചറിൽ റിലീജിയസ് ഫോക്കസ് ഓൺ റിലീജിയസ് പോയിന്റ് ആണ്. മലയാളം എന്ത് ചെയ്തിരുന്നു, ആദ്യം കാവ്യാത്മകമായി പോയട്രി എന്നാണ് തുടങ്ങുന്നത്. മലയാളത്തിന്റെ എമർജൻസി, ഈ ഒരു കാര്യങ്ങളാണ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഉള്ളത്. സോ ഫൈനൽ യൂണിറ്റിലേക്ക് പോവുകയാണ്. Science, technology and environment. The achievements took place in the field of mathematics, astronomy, chemistry, medical science in the early medieval period. Early medieval period മാത്തമെറ്റിക്സിൽ, അതേമാതിരി ആസ്ട്രോണമിയിലും കെമിസ്ട്രിയിലും മെഡിക്കൽ സയൻസിലും ഒക്കെ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് നമ്മൾ നേടിയെന്നുള്ളത് ഇതിൽ ഡിസ്കസ് ചെയ്യും. മാത്തമെറ്റിക്സിലാണെങ്കിൽ അൽജിബ്ര, അതേമാതിരി ഫ്രാക്ഷൻസ്, സീറോ, ഇതുമായി ഈ വക ഡെസിമൽ സിസ്റ്റം ഒക്കെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാനും, അതേമാതിരി ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൺസെപ്റ്റ് ഓഫ് സീറോ ഒക്കെ ഡെസിമൽ സിസ്റ്റം ഒക്കെ ഇന്ത്യയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം സീറോ ഇന്ത്യയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ പറ്റി, ജോമെട്രി, അതേപോലെ ഈ വക കാര്യങ്ങൾ മാത്സിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ട ആ ഒരു ഏർലി മെഡീവൽ പീരീഡിൽ ലോഹശാസ്ത്രം, ലോഹങ്ങളെ പറ്റിയുള്ള ഒരു സ്റ്റഡീസ് വളരെ രീതിയിൽ നടന്നിരുന്നു. പിന്നെ പല കെമിക്കൽ പ്രോസസ്സിനെ പറ്റിയും പുതിയ സബ്സ്റ്റൻസിന്റെ ഐഡന്റിഫിക്കേഷനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാലഘട്ടത്തിൽ കണ്ടതിന്. ആസ്ട്രോണമി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കലണ്ടേഴ്സ് പലതും എന്താണ്, ഈ സെലസ്റ്റിയൽ ബോഡീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, വാനനിരീക്ഷത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നെ ഈ അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള പല പ്രബന്ധങ്ങളും, ട്രീറ്റൈസീസ് എന്ന് പറയുമ്പോൾ പ്രബന്ധങ്ങൾ, നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ, ട്രീറ്റൈസീസ് എന്ന് പറയുമ്പോൾ പ്രബന്ധങ്ങളാണ് മലയാളത്തിന്റെ കറക്റ്റ് വേർഡ്. പലതരത്തിലുള്ള അസ്ട്രോണമിക്കൽ പ്രബന്ധങ്ങളും കലണ്ടേഴ്സും ഒക്കെ എന്താണ്, നമുക്ക് ഇതിനെ പറ്റി കൃത്യമായ എവിഡൻസും കാര്യങ്ങളും, അസ്ട്രോണമിനെ പറ്റി എന്തൊക്കെ അന്നത്തെ കാലത്ത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ മെഡിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ആയുർവേദം തന്നെ മെയിൻ ആയിട്ട്. ആയുർവേദം അതിന്റെ ഏറ്റവും തയ്ച്ചു വളർന്ന കാലഘട്ടത്തിൽ എത്തുന്നതും ഈ ഏർലി മെഡീവൽ പീരിയഡ്. ഏറ്റവും അല്ല, തയ്ച്ചു വളർന്നതുകൊണ്ട് മേജർ കോൺട്രിബ്യൂഷൻസ് ലഭിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഫിസീഷ്യൻസ് എന്ത് ചെയ്തിരുന്നു, വൈദികന്മാര് അവരെന്ത് ചെയ്തു, കമന്ററീസ് രേഖപ്പെടുത്തിയിരുന്നു, എഴുത്തുകൾ, അതായത് ഈ ആയുർവേദ ചികിത്സയുടെ പല രീതികളെ പറ്റിയും, അതേമാതിരി അതെങ്ങനെ ചെയ്യണം, മരുന്നുകളെ പറ്റിയും, പിന്നെ ഈ ആയുർവേദം ഒന്നും കൂടി അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിലും, അതേപോലെ തന്നെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ, അതായത് അസുഖങ്ങൾ ഒന്നും കൂടി കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു ഈ ഒരു കാലം. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കും. പിന്നെ അടുത്തത് വിഗറസ് ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി വിച്ച് മാർക്ക് ദ ഇന്റർ ബോറോയിങ് ബിറ്റ്വീൻ അറബ് വേൾഡ് ആൻഡ് ഇന്ത്യ. ഇന്റർ ബോറോയിങ്, അറബ് വേൾഡിന്റെയും ഇന്ത്യയുടെയും ഇൻട്രാക്ഷൻ, വിഗറസ് ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി, അത് നാം പറഞ്ഞത്. ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി മെയിൻ സയന്റിഫിക് ഫിലോസഫിക്കൽ ടെക്സ്റ്റൈലാണ്. അതായത് സാൻസ്ക്രിറ്റിൽ നിന്ന് അറബിയിലേക്കും, അറബിയിൽ നിന്ന് സാൻസ്ക്രിറ്റിലേക്കും എന്ത് ചെയ്തിരുന്നു, തിരിച്ചും മറിച്ചും വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ രണ്ട് സിവിലൈസേഷനെ പറ്റി കാര്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. പിന്നെ ബോത്ത് നോളേജ് ഷെയറിങ്, ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് മാത്തമെറ്റിക്സ്, ആസ്ട്രോണമി, അതേപോലെ തന്നെ ഈ അറേബ്യൻ കൺസെപ്റ്റ് ഓഫ് മാത്തമെറ്റിക്സ്, ആസ്ട്രോണമി, അതുപോലെ തന്നെ മെഡിസിൻ, ഇതിന്റെ ഒക്കെ ഒരു അഡ്വാൻസ്മെന്റും ഇൻകോർപ്പറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ഷെയറിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഇതിൽ ആ ഒരു കാര്യങ്ങളെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇത് ഈ ഒരു ഇന്ത്യ അറബ് ഇന്റർ ബോറോയിങ് നടക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു കോൺക്വസ്റ്റ് തന്നെ, അധിനിവേശം കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ട്രേഡും, ഈ രണ്ട് റീസൺസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിവർത്തനത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ സാൻസ്ക്രിറ്റിൽ നിന്ന് അറബിയിലേക്കും, അറബിയിൽ നിന്ന് സാൻസ്ക്രിറ്റിലേക്കും, അതേപോലെ പലതരത്തിലുള്ള നോളജ്, ഇന്ത്യൻ കൺസെപ്റ്റ് മാത്തമെറ്റിക്സിനെ പറ്റി, അതേമാതിരി അറേബ്യൻ കൺസെപ്റ്റ് മാത്തമെറ്റിക്സിനെ പറ്റി, പിന്നെ അറബ് സ്കോളർഷിപ്പ്, അതായത് അറബ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർ ബോറോയിങ് നടന്നിട്ടുണ്ട്. ഇതാണ്. പിന്നെ അടുത്തത് ചേഞ്ചസ് ഇൻ ടെക്നോളജിക്കെല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു വെച്ചാൽ, അഗ്രികൾച്ചറിൽ പുതിയ ടൂൾസ്, പുതിയ മെത്തേഡ്സ്, ഇറിഗേഷൻ മെത്തേഡ്സ്, പുതിയ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്തു, പുതിയ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി.
പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ ടെക്നോളജിക്കൽ എന്താ പറഞ്ഞാൽ ഈ ലോഹശാസ്ത്രം ഡെവലപ്പ് ചെയ്തു പറഞ്ഞല്ലോ കെമിസ്ട്രിയിൽ. അപ്പൊ ലോഹങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ എന്ത് ചെയ്തു, പുതിയ പുതിയ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ബെറ്റർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായകമായിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, വസ്ത്രത്തിന്റെ ഇൻഡസ്ട്രി എന്ത് ചെയ്തു, വളരെ രീതിയിൽ പുതിയ പുതിയ വീവിംഗ് ടെക്നിക്സ്, നെയ്ത്ത് ടെക്നിക്സുകളും അതേപോലെ പുതിയ ഡിസൈൻസും ഒക്കെ ഈ കാലഘട്ടത്തിൽ എമേർജ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും തന്നെ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായ രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പുതിയ രീതിയിൽ ആർക്കിടെക്ചർ സ്കെയിൽസ് വരികയാണ്. ഓരോ ഇന്ററാക്ഷൻ മൂലം എന്ത് ചെയ്യാണ്, ഇന്ത്യൻ ഫോറിൻ ബ്ലെൻഡ്, ഇന്ത്യന്റെയും വൈദേശികരുടെ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ സ്റ്റൈല്, വൈദേശികർ ഇവിടെ നിന്ന് അധിനിവേശം നടത്തുന്ന സമയത്ത് അവരുണ്ടാക്കിയ ആർക്കിടെക്ചർ റിമെയിൻസ്, ഈ ഒരു കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആർക്കിടെക്ചറിൽ വരുന്ന മെയിൻ പോയിന്റ്സ്. അടുത്തത് ഗ്രോവിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് അരിഡ് സോൺ മീഡിയവൽ പീരിയഡ് വിച്ച് ഇമ്പാക്റ്റഡ് ദ വേ സെഡൻറ്ററി സൊസൈറ്റീസ് ആൻഡ് നൊമാഡിക് ലാൻഡ് ഇന്റർസെക്റ്റഡ്. ഈ അരിഡ് സോൺ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു എന്താ ഈ നൊമാഡിക് നാടോടികളായിരുന്ന ആളുകളെയും അതുപോലെ തന്നെ വളരെ ഉയർന്ന പരിഷ്കൃതരായ മനുഷ്യര് സമൂഹം തമ്മിലുള്ള ബന്ധങ്ങളെ എന്ത് ചെയ്തിരുന്നു, ഈ തമ്മിൽ ബന്ധപ്പെട്ടിരുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ അരിഡ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ അരിഡ് സോൺ എന്ത് ചെയ്തിരുന്നു, വളരെ അതിന്റെ ഇമ്പാക്റ്റും അതിനെ പറ്റി, അതായത് എന്താ പറയാ, കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ നൊമാഡിക് ആയ മേഖലകളിലെ ആളുകൾക്ക് എന്തുണ്ടായിരുന്നു, വാട്ടർ അതുപോലെ തന്നെ പാസ്ചർ ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ മേച്ചിൻപുറങ്ങൾ എന്നാണ്. അതായത് അത് ആ ടേംസും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. മേച്ചിൻപുറങ്ങളിലും അതിനെ പറ്റിയ അതിന്റെ സഹകരണവും അതിൽ ബേസ് ചെയ്ത് കോൺഫ്ലിക്റ്റുകൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു, ഈ നൊമാഡിക് പീപ്പിൾസും സെറ്റിൽ. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ പറ്റി, പിന്നെ അവർ തമ്മിലുള്ള ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച്, അതായത് നൊമാഡിക് ആണോ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഈ സാധനം അവിടെ വരെ എത്തിക്കുന്നതിൽ ട്രേഡ് റൂട്ടുകളിൽ വലിയ റീജിയനിൽ കണക്റ്റിംഗ് ആയിട്ട് നിന്നിരുന്നത്. അത് പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച്, പിന്നെ ഇവരുടെ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ ഇക്കോളജിക്കൽ സംഭവങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം അരിഡ് സോൺ ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് ഇക്കണോമിക് ഗ്രൂപ്പുകളുടെ സോഷ്യൽ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിനെ ഇന്ത്യയിൽ രൂപീകരിക്കുന്ന വലിയ പങ്ക് വഹിക്കുന്നു ഇതെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഈ വക കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ 17 യൂണിറ്റ്. ഇത്രയും യൂണിറ്റുകളിൽ ഞാൻ എന്താ വെച്ചാൽ ഈ പോയിന്റ്സുകൾ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് കുറച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചാപ്റ്റർ പറയുമ്പോൾ ഞാൻ ഇതേമാതിരി കൃത്യമായി എന്ത് ചെയ്യും, PPT ബേസ് ചെയ്തിട്ട് കൃത്യമായി പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റ്സിൽ ബേസ് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ നല്ല രസം, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, നമുക്കൊരു ഇമാജിനേഷൻ ലഭിക്കും. അപ്പോൾ ഒരു ഐഡിയക്കും വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനെ ഈ പോയിന്റ്, ഇപ്പൊ ചേഞ്ചസ് ഇൻ ടെക്നോളജിയിൽ വളരെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു പോകുന്നതിന് ഉപരി എന്തൊക്കെ മാറ്റങ്ങൾ അതിന്റെ ഉള്ളിൽ വരുന്ന സബ് പോയിന്റ്സിന്റെ ഹെഡിങ്സ് മാത്രം പരാമർശിച്ച് നമ്മൾ ഇനി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. അപ്പോ ഇതാണ് ടോട്ടൽ 17 യൂണിറ്റ്സ് നമ്മളിത് വരുന്നത്. ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി തേർഡ്, അതായത് BHIC 105 പേപ്പറിന്റെ നമ്മൾ പറഞ്ഞു 7th സെഞ്ചുറി ടു 12th സെഞ്ചുറി വരെയുള്ള ഏർലി ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.